ഏതാണ് ഈസി, ഏതാണ് ഏതാണ് നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏതാണ്? ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ കൊടുക്കാം. നിങ്ങൾ ജിമ്മിന് പോവാണ്, എന്നിട്ട് തടി കുറക്കാൻ വേണ്ടിയിട്ട്. ജിമ്മിന് പോയിട്ട് ആൾ പറഞ്ഞു ഓക്കെ ഒരു അരമണിക്കൂർ നിങ്ങൾ ജിം കളിക്കണം, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റില്ല. ജിമ്മിന് പോകുന്നതാണോ ബുദ്ധിമുട്ട്, ബിരിയാണി കഴിക്കാണ്ടിരിക്കുന്നത് ഏതാ ബുദ്ധിമുട്ട്? നിങ്ങളുടെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ മതി. ഏതാ ബുദ്ധിമുട്ട്? ജിമ്മിൽ പോലെ ഈസിയാണ്, പോവും, എല്ലാ ദിവസവും പോവും. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യും, ഇരുന്ന് കഴിക്കും. എന്നിട്ട് വേണമെങ്കിൽ ആരൊക്കെ പറയും നീ എന്തിനാണ് ജിമ്മിന് പോകുന്നത്? അപ്പൊ പറയുന്നത് എന്താ അറിയോ, ഞാൻ ജിമ്മിന് പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ്. അത് വെറുതെ പറഞ്ഞേക്കാൻ വേണ്ടി പറയുന്നതാണ്. ലൈഫിന്റെ ഏത് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലോ, ഏത് ആക്ടിവിറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ, എന്താണോ നമ്മൾ ചെയ്യേണ്ടാത്തത് അത് ചെയ്യാണ്ടിരിക്കലാണ് എല്ലാവർക്കും വിഷമം. അത് പാരൻസ് ആയാലും കുട്ടികളായാലും എല്ലാവരായാലും. ബട്ട് യു മൈൻഡ് ഇറ്റ്, യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവിടെയായിരിക്കും സക്സസ്ഫുൾ ആവുക. എവിടെയായിരിക്കും സക്സസ്ഫുൾ ആവുക? എന്താണോ ഡോൺ ഡൂസ്, ആ ഡോൺ ഡൂസിന് എന്ത് ചെയ്യും, അവർ പഠിക്ക് പുറത്തും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, സക്സസ്ഫുൾ ആവും. അത് എവിടെയും, പേഴ്സണൽ ലൈഫിലാവട്ടെ, ബിസിനസ്സിലാവട്ടെ, എഡ്യൂക്കേഷനിലാവട്ടെ, വോട്ട് എവർ. സോ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പ്രൊഫഷണൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ കുട്ടികളോട് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ചെയ്യേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്യേണ്ടത്. ഡോൺ ഡൂസിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഈ ഡോൺ ഡൂസ് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ, നോ പറയേണ്ട സ്ഥലത്ത് നിങ്ങൾ നോ പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യും, വളരെ ഫ്രൂട്ട്ഫുൾ ആവും. ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവും. അവിടെ കുട്ടി എന്ത് ചെയ്യില്ല, കുറേ പഠിച്ചു മറന്നുപോയി എന്ന് പറയില്ല, ക്ലാസ്സിലിരുന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയില്ല. ഡോൺ ഡൂസ്, ഡൂസ് അല്ല, എന്താണ് ഡോൺ ഡൂസ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കണം, നിങ്ങളൊന്ന് പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാണ്ടിരിക്കേണ്ടത് പഠിക്കേണ്ട കുട്ടികൾ? ഒന്ന് റാൻഡം ആയിട്ട് ഒന്ന് പറഞ്ഞേ, പാരൻസോ കുട്ടികളോ ഒന്ന് പറഞ്ഞോളൂ. ഏതാണ്? പറഞ്ഞോളൂ, ചെത്തി പറഞ്ഞോളൂ. യെസ്, എക്സാക്ട്ലി, ഒരാൾ പറഞ്ഞു കേട്ടോ. ദ ഫസ്റ്റ് പോയിന്റ്, റെഡ്യൂസ് യുവർ സ്ക്രീൻ ടൈം. ഈ സാധനം ഉണ്ടല്ലോ, ഇവനെ പഠിക്ക് പുറത്താക്കണം. നമ്പർ 1. ഇത് പറയുന്നത് വെറുതെ അല്ല കേട്ടോ, ഞാൻ 1-2 എക്സ്പീരിയൻസ് പറയാം. ചില കുട്ടികൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഏത് പഠിക്കുന്ന കുട്ടികൾ, ചാർട്ടേഡ് അക്കൗണ്ടൻസിയും ACCA പോലത്തെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ വന്നിട്ട് പറയും, സാർ പഠിക്കാൻ സമയമില്ല. സാധാരണയാണ് പഠിക്കാൻ സമയം ഉണ്ടാവില്ല, ഇറ്റ്സ് ഓക്കെ, യെസ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ടൈം ഷോർട്ടേജ് ഉണ്ടാവും. ഇത് മനസ്സിലാക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുട്ടി എൻ്റെ മുമ്പിൽ വരുമ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്താ അറിയോ, മോൻ ആ സ്ക്രീൻ ടൈം ഒന്ന് ഓണാക്കിയിട്ട് തരാൻ പറയാം. മൊബൈലിൻ്റെ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അറിയാത്തവർക്ക് പറഞ്ഞു തരാം കേട്ടോ പാരൻസിന്. നമ്മളുടെ മൊബൈല് ഒരു ദിവസം എത്ര മണിക്കൂർ ഉപയോഗിച്ചെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒരു പഠിക്കാത്ത പ്രൊഫഷണൽ കോഴ്സ് ഒന്നും പഠിക്കാത്ത ഒരാളുടെ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ, ഒരു ടീനേജ് ഫ്രണ്ട്സിന് സ്വന്തമായിട്ട് മൊബൈൽ ഉണ്ടെങ്കിൽ അവൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 7 to 8 hours ആയിരിക്കും പെർ ഡേ. 7 to 8 hours. ഇനി നമ്മളുടെ കോഴ്സ് പഠിക്കുന്ന കുട്ടികളുടെ ആവറേജ്, കോഴ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ ആവറേജ് എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് 4 to 5 hours ഇൻ എ ഡേ. 4 to 5 hours. ഇനി ഇത് ഞാൻ തിരിച്ചു വെച്ചാൽ 5 മണിക്കൂർ നീ മൊബൈലുണ്ടല്ലോ, എന്നിട്ടെന്താ നിനക്ക് സമയം കിട്ടാത്തതെന്ന് ചോദിച്ചാൽ കുട്ടി പറയും, അല്ല സാർ അത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മൊബൈൽ പഠിക്കാൻ നല്ലതല്ലേ, വെരി ഗുഡ്. അപ്പം ഈ പറയുന്ന സ്ക്രീൻ ടൈമിൽ എന്തും കൂടി ഉണ്ടാവും, നിങ്ങൾ നോക്കിയിട്ടുണ്ട് എപ്പെങ്കിലും? നോക്കിയവർക്ക് അറിയാം എന്തും കൂടി ഉണ്ടാവും. ഏത് ആപ്പിലാണ് മൂപ്പര് ഇരുന്ന് നമുക്ക് മനസ്സിലാവും. ഇൻസ്റ്റാഗ്രാമിലാണോ, യൂട്യൂബിലാണോ, അല്ല പഠിക്കുന്ന സ്ഥലത്താണോ? ഒരു 90-95% ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പൊ തിരിച്ച് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ട്, എന്ത്, ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നിട്ട് എന്താ പഠിക്കുന്നത് ഒന്ന് കാണിച്ചു തോന്നി. ഇനി ചില കുട്ടികൾ വന്നിട്ട് പറയും, ചില കുട്ടികൾ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ ചെറിയ എക്സാമ്പിൾസ് ചോദിക്കുന്ന അറിയോ, 500-ന്റെ 25% 500-ന്റെ 25% എത്രയാ? യൂണിയുടെ കാൽക്കുലേറ്റർ, സിമ്പിൾ ആയിട്ട് ഒരു 125. ആലോചിക്കേണ്ട ആവശ്യമില്ല അല്ലേ? പക്ഷെ ചില കുട്ടികളുണ്ടല്ലോ, ഇങ്ങനെ ആലോചിക്കും, ഒന്ന് സ്ക്രോൾ ചെയ്യും, കണ്ണ് സ്ക്രോൾ ചെയ്യും മുമ്പെന്ന്. നിങ്ങൾക്ക് മനസ്സിലായിക്കോ മൊബൈൽ അഡിക്ഷൻ ഉണ്ടാവാം. ഈ മൊബൈൽ അഡിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാലുള്ള സിമ്പിൾ ആയിട്ടുള്ള ചേഞ്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ മൈൻഡ് എന്ത് ചെയ്യും, കുറച്ച് സ്ലോ ആവും, ഗ്രാസ്പിംഗ് സ്ലോ ആവും, അതേപോലെ ഡെലിവറി സ്ലോ ആവും. ഇങ്ങനെ നമ്മളെ ബ്രെയിനിനെ കാർന്നുന്ന സാധനം മൊബൈൽ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, തീർത്ത് ഒഴിവാക്കാൻ ഞാൻ പറയുന്നില്ല, അതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ തീർത്ത് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ തീർത്ത് ഒഴിവാക്കി കഴിഞ്ഞാണല്ലോ ഇജാസ് സാർ ആയ പോലെ ബോൾഡ് അപ്പ് നടക്കുന്ന കാര്യം വരെ നിങ്ങൾ അറിയാണ്ടെടുക്കും. അങ്ങനെ ആവരുത് കേട്ടാ. രാവിലെ എനിക്ക് തന്നല്ലേ, ഒരാൾ വരുമ്പോ വെൽക്കം ചെയ്ത് ഇരുത്തിയാ വേണ്ടത്. ലാസ്റ്റ് ആദ്യം തന്നെ ഇതാണ്. തിരിച്ചു കൊടുക്കണ്ടേ, നമുക്ക് കൊടുക്കണ്ടേ, നിങ്ങൾ പറ. എനിവേ ഞാനൊരു 1 way ടോക്കിന് വന്നതല്ല കേട്ടോ, നമുക്ക് സംസാരിക്കാം, നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാം വെച്ചാല്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനല്ല ഒരു ഫ്രൂട്ട് ഉണ്ടാവണം, റിസൾട്ട് ഉണ്ടാവണം. ഒന്നും നമ്മൾ വെറുതെ ചെയ്യരുത്. അത് മാത്രമല്ല, ഇജാസ് സാർ പറയുന്ന പോലെ കവലപ്രസംഗം നടത്തിയിട്ട് എനിക്ക് യാതൊരു പരിചയമില്ല.
എനിക്ക് സംസാരിക്കാൻ അറിയും, നോ പ്രസംഗം പറ്റാൾ. പിന്നെ അതിന്റെ കൂടെ ഞാൻ പറയാം, എന്റെ വീട്ടിൽ നിന്നൊക്കെ എന്റെ സിസ്റ്റേഴ്സും ഈവൻ എന്റെ വൈഫൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ സാറ് സംസാരിച്ച് കൊന്നു. അങ്ങനെയുള്ള ഒരു കാര്യം കേൾക്കാനും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പ്രസംഗം എന്ന് പറഞ്ഞ സാധനേ ഇല്ല ഇവിടെ. എനിവേ കം ബാക്ക് ടു ചാൻസ് തരാം. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കി വെക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ്? മൊബൈൽ ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നില്ല, റെഡ്യൂസ് യുവർ സ്ക്രീൻ ടൈം. ഇനി സ്ക്രീൻ ഉപയോഗിക്കുന്ന ആൾ തന്നെ എന്ത് ചെയ്യണം? യൂസ് ഇറ്റ് ഫോർ യൂസ്ഫുൾ തിങ്സ്. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം കാണാറുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും കാണാറുണ്ട് അറിയാം, BBC. അങ്ങനെയാണെന്ന് നിങ്ങൾ പറയുന്നില്ല, BBC, TRT വേൾഡ് ആൻഡ് അൽ ജസീറ. ഞാൻ ഏറ്റവും കൂടുതൽ വാർത്തകൾക്ക് വേണ്ടിയിട്ട് കാണുന്ന കാര്യം. പക്ഷെ അതിലൂടെ എനിക്ക് എന്താ പറ്റുന്നത്, നമ്മൾക്കൊരു വേൾഡ് വ്യൂ ഉണ്ടാവും, വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദ ഗ്ലോബ്. മറിച്ച് നമ്മൾ എന്താ കാണുക? ഫുഡ്, ബിരിയാണി, പാസ്ത, അല്ലെങ്കിൽ അത് ഇത് കുറെ ഫുഡ് വ്ളോഗ്സ്, പിന്നെന്താണ് ട്രാവലിംഗ് വ്ളോഗ്സ്, പിന്നെ കുറെ തമാശയായിട്ട് കാണേണ്ടത് ഞാൻ പറയുന്നില്ല. അതിനെ ലിമിറ്റ് ചെയ്യാം. ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് എന്ത് യൂസ് ചെയ്യുക? എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം വെച്ചാൽ നിങ്ങളുടെ തോട്ടിനെ, നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ഇതിന് ഡയറക്റ്റ് ഇമ്പാക്റ്റാണ്. ഏതെങ്കിലും കുട്ടി നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, പാരന്റ്സിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഉപയോഗിച്ച എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങളുടെ മെമ്മറി കപ്പാസിറ്റി, നിങ്ങളുടെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി, നിങ്ങളുടെ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി, ഇതെന്ത് ചെയ്യും? സ്ലോ ആവും. വല്ലാണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര ദേഷ്യക്കാരാവും. മൊബൈൽ വല്ലാണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ദേഷ്യക്കാരാവും. ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദേഷ്യം എന്നറിയോ? മൊബൈൽ കിട്ടാത്തപ്പോ, അല്ലെങ്കിൽ മൊബൈൽ എന്നല്ല, എന്തെങ്കിലും ചായ കിട്ടാത്തപ്പോ തട്ടും, ഏത് ഗ്ലാസ് കെട്ടും, ചിലപ്പോൾ മൊബൈൽ എറിയും. ഇത് കുറെ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സിൻഡ്രംസ് ആണ്. കൂടുതൽ നമ്മൾ ഗാഡ്ജറ്റ്സിന് അടിമകളായി കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും, പ്രത്യേകിച്ചും ടീനേജേഴ്സ്. ഇപ്പൊ നിങ്ങളെ ടീനേജേഴ്സ് ഇപ്പൊ എനിക്ക് കാണുന്നുണ്ട്, ചില ഞാൻ പറയുമ്പോൾ ഇങ്ങനെ മുട്ടുന്നുണ്ട്. പാരന്റ്സ് ഇങ്ങനെ കണ്ടില്ലേ, പറയുന്നുണ്ടല്ലേ? യെസ്, ഉണ്ടാവും. കണക്ട് ചെയ്യും. ഞാൻ എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യം പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഓവർ ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ആ ദേഷ്യം എന്നുള്ളത്. മേ ബി മൊബൈൽ അഡിക്ഷൻ ആവാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ചെറുപ്പത്തിലേ പറഞ്ഞതൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പാരന്റ്സ് ആവാം. ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കത് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും, സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. അത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ റിജക്ഷൻസ് ഉണ്ടല്ലോ, കൂടുതൽ ദേഷ്യം ഉണ്ടാക്കും. സോ ഒന്നും എന്ത് ചെയ്യരുത്, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് മൊബൈൽ തീരെ കൊടുക്കാണ്ടിരിക്കരുത്. മറിച്ച് എന്ത് ചെയ്യുക? ടൈം ഫിക്സ് ചെയ്യുക, കുറച്ച് സമയം കൊടുക്കുക. അങ്ങനെ മെല്ലെ എന്ത് ചെയ്യുക? ആളെ സപ്പോർട്ട് ചെയ്യുക ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. എനിവേ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഡൗൺ ടൂസ്. കുട്ടികൾ ശരിക്കും മനസ്സിലാക്കണേ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് ഇല്ലാണ്ടാക്കേണ്ടത്, എന്തൊക്കെയാണ് കുറക്കേണ്ടതെന്ന് ഞാൻ ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ ഡൂസ് എന്നുള്ളത് ആലോചിക്കാം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആലോചിക്കാം. സോ നമ്പർ 1, റെഡ്യൂസ് യുവർ സ്ക്രീൻ ടൈം. ഒരു പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര സമയം മൊബൈലിൽ ലിഷറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം? ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ലിഷറിന് വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ടല്ല, പഠിക്കാൻ നമുക്ക് സെപ്പറേറ്റ് എടുക്കാം. ലിഷറിന് വേണ്ടിയിട്ട് എത്ര സമയം മൊബൈൽ ഉപയോഗിക്കാം? ഐ വിൽ സേ 1 hour മാക്സിമം ഇൻ എ ഡേ. ലിഷറിന് വേണ്ടിയിട്ട് കേട്ടോ. വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു 1 hour എടുക്കാം, നോ പ്രോബ്ലം. ആ 1 hour എപ്പോഴാവാം? വേണമെങ്കിൽ ട്രാവലിംഗ് സമയത്തോ, ചില പഠിക്കാൻ പറ്റാത്ത സമയത്ത്, ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യാം? യു ക്യാൻ ഹാവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1, 2, 3 വർഷം കൊണ്ട് എന്ത് ചെയ്യാം? യു ക്യാൻ ഹാവ് ദാറ്റ് ടൈറ്റിൽ ബിഫോർ യുവർ നെയിം. ഏത് കോഴ്സാണോ നിങ്ങൾ ചെയ്യുന്നത്, ആ ടൈറ്റിൽ നിങ്ങൾക്ക് ആവാം. മേ ബി CA മുഹമ്മദ് സാലേഹ്, ഓർ CA ജാസ്, ഓർ CMA, ഓർ ACCA, ദാറ്റ് ടൈറ്റിൽ. അതിലേക്കുള്ള യാത്രയിലേക്ക് ഞാൻ പറയുന്നത്. ഞാനിത് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഒരു ഏകദേശം 17 വർഷമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികളെ കാണുന്നുണ്ട്. ഓരോ വർഷവും ഒരു 10,000+ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, വെറുതെ പറയുന്നതല്ല. റെഡ്യൂസ് യുവർ സ്ക്രീൻ ടൈം. രണ്ടാമത്തത്, സ്ലീപ്പ് അറ്റ് ദ നൈറ്റ്. എപ്പോൾ ഉറങ്ങണം? രാത്രി ഉറങ്ങണം. രാവിലെ ഉറങ്ങാൻ പറ്റില്ല. ബി ദ മോർണിംഗ് പേഴ്സൺ. നിങ്ങൾ രാവിലെ എണീക്കുക, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ കപ്പാസിറ്റി, എവറിത്തിങ് വിൽ ബി ഡിഫറെന്റ്. എവറിത്തിങ്, നിങ്ങളൊരു സ്ട്രോങ്ങർ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും. നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറില്ല, ഞാൻ ഭയങ്കര വീക്കാണ്, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആണ്, ഭയങ്കര പ്രഷറാണ്, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. എപ്പം അറിയോ? വെൻ യു വേക്ക് അപ്പ് അറ്റ് 8 o'clock or 9 o'clock in the morning. സ്റ്റാർട്ട് വേക്കിംഗ് അപ്പ് അറ്റ് ഏർലി. ഒരു 5 o'clock എണീച്ച് പഠിക്കും. 5 o'clock എണീക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും പറയുന്നത് എന്താ പറയുക, അലാറം വെക്കണം. ഒരു അലാറത്തിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്യണം? 5 മണിക്ക് എണീക്കാൻ എന്ത് മണിക്കണം? എന്ത് ചെയ്യണം പറയണേ? 5 മണിക്ക് എണീക്കാൻ എന്താണ്? സിമ്പിൾ, നേരത്തെ ഉറങ്ങണം. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ക്യാൻസറിലെ പേഷ്യന്റ് കയ്യിൽ മുറിവ് വന്നിട്ട് മുറിവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയ അവസ്ഥയാണ്. പ്രശ്നം എവിടെയാണ് കിടക്കുന്നത്? പഠിക്കാൻ പറ്റാത്തതാണ് പ്രശ്നം? കോഴ്സാണോ പ്രശ്നം? ചിലപ്പോൾ പറയും കോഴ്സ് ഈസ് വെരി ടഫ്. ഏത് കോഴ്സ്? നമ്മൾ പഠിക്കുന്ന വെരി കോഴ്സ് ടഫാന്ന് വെറുതെ പോയിട്ട് തലവെച്ച് നോക്കണം. എവിടെയാ പ്രശ്നം? കോഴ്സിലല്ല പ്രശ്നം. പ്രശ്നം നമ്മളില്ല.
നമ്മൾ മാറാൻ റെഡിയാണോ? ഐ വിൽ സേ ദാറ്റ് ദിസ് കോഴ്സ് ഇസ് നത്തിങ്. ഹ്യൂമൻ ബീങ് ഈസ് മോസ്റ്റ് ടഫസ്റ്റ് ഇൻ ദ വേൾഡ്. നമ്മളാണ് ഏറ്റവും ടഫ് ആയിട്ടുള്ള കാര്യം. ഇത് ഞാൻ പറയുന്നത് വെറുതെ അല്ല. ദിസ് ഇസ് ദ ഡിസ്കവറി ഓഫ് മൈ ലൈഫ്. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പറ്റുമോ ഞാൻ പറയുന്ന കാര്യമല്ലോ? മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറ, മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. യെസ് ഓർ നോ? രാത്രി നേരത്തെ ഉറങ്ങുക, ഒരു 10 മണിക്ക് ഉറങ്ങുക, രാവിലെ എണീച്ച് പഠിക്കുക. ഈ രാവിലെ എണീക്കുന്ന സമയത്തുണ്ടല്ലോ, ആദ്യത്തെ 1-2 ആഴ്ച നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. യു വിൽ ഫീൽ ഡിസി. ക്ലാസ്സിൽ ഡിസിനെസ് ഉണ്ടാവും, അല്ലെങ്കിൽ എണീക്കുമ്പോൾ ഉറക്കൊക്കെ വരും. പക്ഷെ അത് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാണ്ടല്ലോ, ഒരു ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ആവാനുണ്ട്. ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ആയി കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് എണീപ്പിക്കാൻ ആരും വേണ്ട. നിങ്ങൾക്ക് ഈ പറയുന്ന എന്താ പറയാ തന്നെ, അലാറം വേണ്ട. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എണീക്കും. എണീച്ച് കഴിഞ്ഞ ഉടനെ എന്താവും, നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യും. ആ ഡിസിനെസ് ഒക്കെ മാറും. ബയോളജിക്കൽ ക്ലോക്ക് ഒന്ന് സെറ്റ് ആവണം കേട്ടോ. അതുവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, രാവിലെ എണീച്ച് നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. രാവിലെ എണീച്ച് പഠിച്ചെന്ന് ഉറക്കം വരും, ഉറങ്ങരുത്. മറിച്ച് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഗാർഡനിങ് ചെയ്യാം, വെറുതെ നടക്കാൻ ഇറങ്ങാം. അങ്ങനെ നടക്കുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ആവും. അങ്ങനെ സെറ്റ് ആകുന്ന ആൾക്കാരുടെ മോർണിംഗ് പേഴ്സൺ ആയി കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഉണ്ടല്ലോ വിൽ ബി മോർ പവർഫുൾ. ഒരു കാര്യം ഒറ്റ പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റ പ്രാവശ്യം, ജസ്റ്റ് വൺ റീഡിങ്. അതിന്റെ കൂടെ തന്നെ പറയാം, ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഭക്ഷണം വലിച്ചു വാരി കഴിക്കരുത്, പ്രത്യേകിച്ചും ഡിന്നർ. നമ്മളെപ്പോഴാണ് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക? മന്തി, ബിരിയാണി. എപ്പോഴും കഴിക്കുക? മട്ടൻ വറുത്തത്, ബീഫ് പൊരിച്ചത്. എപ്പോഴും കഴിക്കുക? രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാ, പിന്നെ ഡിന്നർ എപ്പോഴെങ്കിലും ആവാം, പ്രശ്നമില്ല. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, രാത്രി ഹെവി ഫുഡ് കഴിച്ചിട്ട് ഒപ്പം തന്നെ ഉറങ്ങാൻ പറ്റരുത്. ഇങ്ങനെ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ നേരത്തെ എണീക്കാനും പറ്റില്ല. എണീച്ചാലും നിങ്ങൾക്ക് ഈ പറയുന്ന സാധനം ഉണ്ടാവില്ല. സോ ഡിന്നർ എന്ത് ചെയ്യണം, ലൈറ്റായിട്ട് കഴിക്കണം. ലേറ്റ് ആയിട്ട് കഴിക്കണം, കുറെ താമസിച്ച് കഴിക്കണം എന്നല്ല പറഞ്ഞത് കേട്ടോ. ലൈറ്റ്, ലഘുവായിട്ട് കഴിക്കണം. ഹെവി ഫുഡ് രാത്രി കഴിക്കരുത്. ഹെവി ഫുഡ് രാത്രി കഴിച്ചു കഴിഞ്ഞാലല്ലോ നിങ്ങളെ ബോഡി ഉറക്കത്തിനും വർക്ക് ചെയ്യും. ഇവനെ പിടിച്ച് ദഹിപ്പിക്കണ്ടേ? ആരെയും വെറുതെ ദഹിക്കോ? നിങ്ങൾ ബോഡി ഉറങ്ങുമ്പോൾ ഇന്റേണൽ ഓർഗൻസ് വർക്കിംഗ് ആയിരിക്കും. അതിനെന്ത് ചെയ്യും, ബ്രെയിനിനെ ബാധിക്കും. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ വാലിഡേറ്റ് ചെയ്തോളൂ കേട്ടോ. ഭക്ഷണത്തിൽ ക്രമം ഉണ്ടാവണം, വലിച്ചു വാരി കഴിക്കരുത്. കുറച്ച് ഫ്രീ സ്പേസ് കൊടുക്കണം. കുറേ ആൾക്കാരെല്ലാം അറിയണ്ടാവും അല്ലേ, വാട്ട് പ്രൊഫറ്റ് ടീച്ചേഴ്സ് എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 ഫ്രീ സ്പേസ് ഇട്ട് നോക്കിയേ. ഫ്രീ സ്പേസ് ഇട്ട് നിങ്ങൾക്ക് ഭയങ്കര എനർജറ്റിക് ഉണ്ടാവും, ഫിസിക്കലി ആൻഡ് മെന്റലി. ഡോൺ ഡൂസിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. മൊബൈൽ കുറക്കുക, രാത്രി ഉറങ്ങുക, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് ബിരിയാണി കഴിക്കണ്ട, മന്തി കഴിക്കണ്ട എന്നല്ല, അങ്ങനെ ഒരു പ്രപ്പോസിഷനും ഇല്ല കേട്ടോ. എന്ത് കഴിക്കാം, പക്ഷെ എന്ത് ചെയ്യണം, രാത്രിത്തെ ഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കണം. മേ ബി ഉറങ്ങുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 hours ബിഫോർ. അതേപോലെ രാത്രി ഭക്ഷണം കുറച്ച് ലഘുവായിട്ട് കഴിക്കണം. ഇനി ഏത് നേരത്തെ ഭക്ഷണം ആയാലും വയറ് നിറച്ച് കഴിക്കരുത്. ഒരു 2-3 ബിരിയാണിയും, പ്ലേറ്റ് ബിരിയാണിയും, അതിൻ്റെ കൂടെ 5-6 ഗ്ലാസ് ചൂടുവെള്ളം എല്ലാം കഴിഞ്ഞിട്ട് തണുത്തൊരു ജ്യൂസ് കഴിക്കാറില്ലേ? കുറച്ച് ആൾക്കാർക്ക് വേറെയും പ്രശ്നമുണ്ട് കേട്ടോ, തീരെ ഭക്ഷണം കഴിക്കില്ല. അങ്ങനത്തെ പ്രശ്നം ഇപ്പോൾ ഉണ്ട്, മെയിൻലി വെൻ കംസ് ടു ഗേൾസ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കാണ്ട് വരിക. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിലോ ക്ലാസ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ നിങ്ങൾ പവർ ഡിറ്റീരിയോറേറ്റ് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പക്ഷെ വാരി വലിച്ച് കഴിക്കണ്ട, കുറച്ച് കഴിച്ചാൽ മതി. കുറച്ച് കഴിച്ചിട്ട് എന്ത് ചെയ്യുക, വരിക. സോ ഭക്ഷണത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതേപോലെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കുന്ന എന്താ ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണത്തിൻ്റെ കൂടെ നിങ്ങൾ വെള്ളം വലിച്ച് കയറ്റരുത്. ഭക്ഷണത്തിന് കുറച്ച് മുമ്പോ ശേഷം കയറ്റണം. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഓൾസോ ഇൻ മൈ സ്റ്റുഡൻസ് എക്സ്പീരിയൻസ്. ആൻഡ് ഓൾസോ ഐ റീഡ്. ഞാൻ കുറച്ച് വായിക്കാറുണ്ട്, ഇപ്പം കുറച്ച് കുറവാണ്. ഈവൻ ദോ ഇതിലൊക്കെ നമുക്ക് എന്തെങ്കിലും മനസ്സിലാകാൻ പറ്റും എന്താണ് വാട്ട് വിൽ എഫക്റ്റ് അവർ ബ്രെയിൻ, നമ്മുടെ കപ്പാസിറ്റിനെ എന്താണ് സ്വാധീനിക്കുക എന്നുള്ളത്. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു, ഇനി 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് നിർത്തുകയാണ്. അതിൽ 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ഫ്രണ്ട് സർക്കിൾ. യുവർ ഫ്രണ്ട് സർക്കിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളുടെ ടീനേജേഴ്സിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആരാണ്? പാരൻസ് ആണോ? പാരൻസ് പറഞ്ഞാൽ കേൾക്കുമോ? ഫാക്കൽറ്റീസ് ആണോ? ചില പാരൻസ് മക്കൾ വഴിതെറ്റതിന് ഫാക്കൽറ്റീസിനെ പോയിട്ട് ചീത്ത പറയും, സ്കൂളിൽ പോയിട്ട് അടി ഉണ്ടാക്കും. എന്ത് കാര്യം? ഫാക്കൽറ്റീസ് പറഞ്ഞ അനുസരിക്കുന്ന കുട്ടികളാണ് ഇത്. ആരാണ് നമ്മളുടെ കുട്ടികളെ സ്വാധീനിക്കുന്നത്, ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കുട്ടികൾ പറഞ്ഞേ? ഇറ്റ്സ് യുവർ സർക്കിൾ, യുവർ ഫ്രണ്ട്സ്. അപ്പോൾ ഇറ്റ്സ് ലക്കി ദാറ്റ് ഇഫ് യു ആർ ഹാവ് സം ഗുഡ് ഫ്രണ്ട്സ് അറൗണ്ട്. നല്ല ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിലോ ദാറ്റ് വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ.
നിങ്ങളെ 10 വർഷത്തിനപ്പുറം ആരാണ് നിങ്ങൾ എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങൾ ഇന്നത്തെ ഫ്രണ്ട് സർക്കിളാണ്. ഇഫ് യു ഹാവ് ഗോട്ട് എ ഫ്രണ്ട് ഹു ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഫ്യൂച്ചർ, ഹു ഈസ് ടോക്കിംഗ് അബൌട്ട് എ കരിയർ, ഹു ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഡ്രീം, യു ആർ ലക്കി. എല്ലാം സ്ഥിരം ഗോസിപ്പ്, നെഗറ്റീവ്സ്, ഇത് സെലിബ്രേഷൻ, ഫൺ, ഓൺലി ദിസ്. രാവിലെ കളിക്കാൻ പോവുക, ഉച്ചയ്ക്ക് ചായ പിടിക്കാൻ പോവുക, രാത്രി റോം ചെയ്യാൻ പോവുക, ഇത് മാത്രം. അത് വേണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. സ്പോർട്സ് വേണം, ഫ്രണ്ട്സ് വേണം, ഹാങ് ഔട്ട് ചെയ്യണം, എല്ലാം ചെയ്യണം. ബട്ട് അത് മാത്രമായി പോരുത്. ചില കുട്ടികളുടെ ഇത് മാത്രമേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ ചാറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് 1 വീക്ക് ബിഫോർ. സത്യത്തിൽ ആ ചാറ്റ് വായിച്ചപ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന 2 കുട്ടികളുടെ ചാറ്റ്, 2 ബോയ്സിൻ്റെ ചാറ്റാണ്. ഹൗ വൾഗർ ഇറ്റ് ഈസ്, ഞാൻ അത്ഭുതപ്പെട്ടു. ഈ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ പറയാൻ കഴിയുന്നുണ്ടോ? മോശം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരൊന്നല്ല, നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അവരെന്താ കരുതുന്നത് അറിയാം? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് അവർ ഹീറോ ആകുന്നുള്ളതാണ്. മറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊന്നല്ല ഹീറോയിസം. ഹീറോയിസം എന്ന് പറഞ്ഞാൽ വെൻ വി ആർ മേക്കിംഗ് അവർ സെൽഫ് എ ബ്രാൻഡ്. നമ്മളൊരു ബ്രാൻഡ് ആവുക, അല്ലെങ്കിൽ നമ്മളിലൂടെ ഒരു ബിസിനസ് സ്ഥാപനം ബ്രാൻഡ് ആവുക, അങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. വി ക്യാൻ മേക്ക് അവർ പാരൻസ് പ്രൗഡ്, അവർ സിബ്ലിംഗ് സ്ട്രോങ്. വി ക്യാൻ ബി ദ ഐക്കൺ ഓഫ് അവർ കമ്മ്യൂണിറ്റി, അവർ സറൗണ്ടിങ്സ്. അങ്ങനെ നമ്മൾ ഒരാളായി മാറുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു ലൈഫിൻ്റെ ഒരു ഫുള്ളസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. സോ മൈ പോയിന്റ് ഈസ് അബൌട്ട് ദ ഫ്രണ്ട്സ്. നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം. റോങ് ഫ്രണ്ട്സിനോട് നിങ്ങൾ നോ പറയണം, പറ്റുമെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യണം. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൗൾഡ്, നമ്മൾ ആരെ കൂടിയാണ് കൂടുന്നത് അതുപോലെ നമ്മൾ മൗൾഡ് ആവും. അത് ഈവൻ പാരൻസ് ആയാലും അല്ലേ, നമ്മൾ ആരെ കൂടെ കൂടുന്നു അതുപോലെ ആവും. ഹ്യൂമൻ ബീങ് ഈസ് എ മൗൾഡിങ് ക്യാരക്ടർ എന്നാണ്. നമ്മൾ ഏതാളുടെ കൂടെ കൂടുന്നോ അതാവും. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മളുണ്ടാവും. നമ്മളെപ്പോഴും ബാഡ് വേർഡ്സ് പറയുന്ന ഒരു ഗ്യാങ്ങിലാണെങ്കിൽ ദേഷ്യം വരുമ്പോൾ നമ്മളും പറയും ബാഡ് വേർഡ്സ്. സോ സർക്കിൾ മാറ്റേഴ്സ്, അവർ ഫ്രണ്ട് സർക്കിൾ മാറ്റേഴ്സ്. അവിടെയാണ് IIM നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. വെൻ യു കം ടു IIM യു ക്യാൻ സീ സോ മെനി സ്റ്റുഡൻസ് ഹു ആർ പാഷനേറ്റ്ലി വർക്കിംഗ് ഫോർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. 10 മണി വരെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇന്നലെ എനിക്ക് ജാസ് സാർ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സി സർ, അവർ സ്റ്റുഡൻസ് ആർ സ്റ്റഡിങ്. 10 മണിക്ക് എനിക്ക് അയച്ചു തന്നത്. ഗേൾസും ബോയ്സും, ദർ ഇസ് നോ ഡിസിപ്ലിനറി പ്രോബ്ലംസ് ദയർ. അവരെന്താ, ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹോസ്റ്റലിലേക്ക് പോകാനുള്ള വെഹിക്കിൾ സൗകര്യമുണ്ട്. അവരെന്താ വൈകുന്നേരം സമയം കഴിഞ്ഞ് അങ്ങോട്ട് പോകും. 10 മണി വരെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ. കണ്ണൂരിൽ ഞാൻ എപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ അറിയോ, എൻ്റെ മുമ്പിൽ റിക്വസ്റ്റ് വരും. എന്താ റിക്വസ്റ്റ്? സർ 10 മണി കഴിഞ്ഞിട്ടും പഠിക്കാനുള്ള സൗകര്യം വേണം ഇവിടെ. യു ക്യാൻ സീ എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ദയർ. നമ്മളെപ്പോഴും നമ്മുടെ ജനറേഷനെ കുറ്റം പറയുന്നതല്ലേ, അതിൻ്റെ വേറൊരു ജനറേഷൻ ഞാൻ കാണിച്ചു തരാം. വെറുതെ പറയുന്നതല്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ IIM ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ബിലീവ് ചെയ്യുന്നത് വെച്ചാൽ ഒരു നല്ലൊരു ഫാക്കൽറ്റി വന്നിട്ട് നല്ലൊരു അടിപൊളി ക്ലാസ് വന്നു കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആയെന്ന് വി ഡോണ്ട് ബിലീവ്. വി ബിലീവ് ഇറ്റ്സ് ജസ്റ്റ് 20% ഓഫ് ദ ടോട്ടൽ വർക്ക്. ദ റെസ്റ്റ് 80% വർക്ക് ഓൺ ദ ഷോൾഡർ ഓഫ് സ്റ്റുഡൻസ്. അവരെന്ത് ചെയ്യണം? ദേ ഹാവ് ടു സിറ്റ് ബാക്ക് ആൻഡ് വർക്ക്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. ആ വർക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുക? റിസൾട്ട്സ് ഉണ്ടാവുക. ദാറ്റ്സ് ഹൗ വി ആർ മേക്കിംഗ് ദ റിസൾട്ട്സ്. സോ മൈ പോയിന്റ് ഈസ് ഹാവിങ് ഫ്രണ്ട്സ്. നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം. കുട്ടികൾ ശരിക്കും ശ്രദ്ധിക്കണം മക്കളെ, നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം. ഇനി ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ദൂരെ നാട്ടിൽ നിന്ന് കാലിക്കറ്റിലേക്ക് വന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾക്ക് നാളെ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവാം. നല്ല ഫ്രണ്ട്സും ഉണ്ടാവും, മോശം ഫ്രണ്ട്സും ഉണ്ടാവും. അതിൽ ആരാണ് നല്ലതെന്നും ആരാണ് മോശം നിങ്ങൾ മനസ്സിലാക്കണം. 99% നല്ലതാട്ടോ, എല്ലാവരും നല്ലതാണ്. 1%, 2% റോങ് ഫ്രണ്ട്സ് ഉണ്ടാവും. അവരെ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സേ നോ ടു ദം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ആകുന്നുണ്ടാവില്ല. എന്തൊക്കെയാണ് പ്രശ്നങ്ങളാണ് നമുക്കറിയാം അല്ലേ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? ബോധവാനാവണം. നമ്മൾ ആ പ്രശ്നത്തിൻ്റെ കാരണക്കാരാവരുത്. നമ്മൾ ആ പ്രശ്നം സോൾവ് ചെയ്യുന്ന ആൾക്കാരായി മാറണം. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങൾക്ക് IIM കാണാൻ പറ്റുക. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവും? നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾ? ഞാനിപ്പോൾ പറയാം, ഞാൻ 2010 ചാർട്ടേഡ് അക്കൗണ്ടൻസി കംപ്ലീറ്റ് ചെയ്തത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 16-17 years now. എൻ്റെ കൂടെ പഠിച്ച പലരും എന്ത് ചെയ്യുന്നുണ്ട്? പല ഡിഫറെൻറ്റ് MNC കമ്പനീസിൻ്റെ CFOസും ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സും ഹെഡ് ഓഫ് ഫിനാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ കൺട്രീസ്. ആ ഒരു കോൺടാക്ട് ഉണ്ടല്ലോ, ദാറ്റ് വാല്യൂസ് ഫോർ മീ. ഇനി ഏതെങ്കിലും ഒരു കുട്ടിക്ക് ജോലി വേണമെന്ന് പറഞ്ഞാൽ, ജോലി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക? സെൻഡ് മീ യുവർ CV. ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. വി ക്യാൻ റൂട്ട് ഇറ്റ്. ഇറ്റ്സ് ഗ്രേറ്റ് അസെറ്റ്. നമ്മൾക്ക് നല്ല കോൺടാക്ട്സ്,
നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന വെച്ചാൽ ലൈഫിൽ അസറ്റാണ്, വലിയ വലിയ അസറ്റ്സാണ്. സോ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കുട്ടികൾ എന്താവും നാളെ വലിയ വലിയ പൊസിഷനിൽ എത്തും, ഉറപ്പാണ്. നിങ്ങളും എത്തട്ടെ, നിങ്ങൾ ഓരോരുത്തരും എത്തട്ടെ എന്നുള്ള. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന പോയിന്റ്, നമ്മൾ ആ ക്ലാസ്സിൽ ഒരു മോശം സ്വഭാവമുള്ള ഒരാളായാലും നിങ്ങൾ അതേ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ബാക്കിയുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുക. എന്ത്, ഇയാൾ അന്ന് അങ്ങനെയായിരുന്നു, ഇയാൾ ഇന്ന് ഇങ്ങനെയായിരുന്നു. മെയിൻലി ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോണ്ടല്ലോ, എക്സ്പേർട്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് മുമ്പേ ബന്ധമുള്ള ആൾക്കാരായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ആൾക്കാരെ മനസ്സിലാക്കുക? കൂടെ പഠിച്ച ആൾക്കാർ, കൂടെ വളർന്ന ആൾക്കാർ, അവരുടെ ബേസിക് സ്വഭാവം നമുക്ക് മനസ്സിലാവും. ഈ കുട്ടി ദേഷ്യം പിടിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന കുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ബേസിക്കലി ആൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയുള്ളവരോട് എന്തത് നമുക്ക് എന്ത് ബിസിനസ്സും അതർ റിലേഷൻസും നമ്മൾ വെക്കുക, ഫ്യൂച്ചറിലാണ് ഞാൻ പറയുന്നത്. സോ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല കൾച്ചറും നല്ല ക്യാരക്ടറും നല്ല റിലേഷൻഷിപ്പും എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. മോശം റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുക. മോശം റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, യു വിൽ ബി സ്ലേവ് സം ടൈം. നിങ്ങൾ അടിമയായിട്ട് മാറും. എനിവേ, IIM പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും ഡിസിപ്ലിനറി കാര്യങ്ങളെ കുറിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാകാറില്ല കേട്ടോ. സത്യത്തിൽ നമ്മുടെ ചില ബ്രാഞ്ചിലൊക്കെ 1000+ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. 1500 സ്റ്റുഡൻസ് ഒക്കെ ഓൾമോസ്റ്റ് അറ്റ് എ ടൈം പഠിക്കും. ഈ 1500 സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. സത്യത്തിൽ ഡിസിപ്ലിനിൻ്റെ ഒരു പ്രശ്നവും വരാറില്ല. ഐ ആം ബ്ലെസ്ഡ്, വി ആർ ബ്ലെസ്ഡ്. ഇനി ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് വന്നു പോയാലും തന്നെ അവിടുന്ന് ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകും. ആ ഒരു കൾച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഫ്രണ്ട്സിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ബോധവാനാവുക. നിങ്ങൾ പരസ്പരം നമ്മൾ IIM ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോണ്ടല്ലോ, അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഡോണ്ട് ജസ്റ്റ് ടോക്ക് അബൌട്ട് ഗോസിപ്സ് ആൻഡ് ഫൺ വൈബ്സ് ഓൾവേസ്. ഇൻസ്റ്റെഡ് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുക, സംസാരിക്കുന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാവുക. അതേപോലെ 5ാമത്തെ കാര്യം, ഡോൺ ഡൂസ് ഞാൻ നിർത്തുകയാണ് കേട്ടോ. ചെയ്യേണ്ടാത്ത കാര്യത്തിൽ 5 ഞാൻ പറയുന്നുള്ളൂ. കുറേ എണ്ണം പറയാനുണ്ട്, 5 ഇപ്പോൾ പറയുന്നുണ്ട്. 5ാമത്തെ എന്താ, ഇതുവരെ ഞാൻ പറഞ്ഞത് കുറക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യമാണ്. ഒന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞില്ല. ഒഴിവാക്കാൻ പറഞ്ഞോ? ഉറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഫോൺ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞോ? ഇല്ല. ഇനി പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു സാധനമുണ്ട്. നിങ്ങൾ പറഞ്ഞ ഏതായിരിക്കും? പൂർണ്ണമായിട്ടും ലൈഫിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു സാധനം. ഇത് പറയുമ്പോൾ മനസ്സിൽ എന്തൊക്കെയോ വരും. അത് ഒഴിവാക്കണം, ഇത് ഒഴിവാക്കണം. എല്ലാവരിലും ഉള്ള സാധനം, എന്നിലുള്ള സാധനം. യെസ്, എക്സാക്ട്ലി. ലേസിനെസ്. കിൽ യുവർ ലേസിനെസ്. കിൽ ഇറ്റ്. വെരി ഗുഡ്, ഗിവ് എ ക്ലാപ്പ്. ഈ സദസ്സ് നല്ല സദസ്സാട്ടോ. ഞാൻ ഗസ് ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു. അവിടെ ഒരു മൊബൈൽ ഫോൺ ആദ്യം പറഞ്ഞു അല്ലേ, ആൻഡ് ലേസിനെസ് പറഞ്ഞു. ആബ്സല്യൂട്ട്ലി നമ്മളെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റേണ്ട സാധനം മടി. ഈ മടിയാണ് പലരുടെയും സക്സസ്സിന് എന്ത് ചെയ്യുന്നത്, തടസ്സമായിട്ട് വെക്കുന്നത്. ഞാനൊരു കുട്ടി ഉണ്ടായിരുന്നു, നമ്മുടെ IIM പഠിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു. ഹിസ് നെയിം വാസ് പ്രണവ് കുഞ്ഞികൃഷ്ണൻ. യെസ്, പ്രണവ് കുഞ്ഞികൃഷ്ണൻ. ഒരു 5-6 വർഷം മുമ്പത്തെ കഥ കേട്ടോ. 5 മേ ബി 2018-19. നമ്മുടെ കണ്ണൂർ ബ്രാഞ്ചിലാണ്. ആ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു 5ാമത്തെ നിലയിലാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ 5ാമത്തെ നിലയിലാണ്. അവിടെ ലിഫ്റ്റ് ഉണ്ട്. ഈ കുട്ടി എപ്പോഴും സ്റ്റെയർ കയറിയിട്ട് വരും. ഞാനൊക്കെ ചോദിച്ചു, എന്താ പ്രണവ് ഇങ്ങനെ നീ സ്റ്റെയർ കയറി വരുന്നെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിച്ചിട്ടായിരുന്നോ? അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സാർ എനിക്ക് മടിയുണ്ട്, മടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റെയർ കയറിക്കുക. സ്റ്റെയർ കയറാൻ ആക്ച്വലി അതിന് മടിയാണ്, പക്ഷെ അതിനെന്ത് ചെയ്യണം, ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പം ഞാനെന്ത് ഇങ്ങനെ ആലോചിച്ചു, സ്റ്റെയർ കയറി കഴിഞ്ഞാൽ പഠിത്തത്തിന് ബാധിക്കുമോ? അല്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കും അല്ലേ, സ്റ്റെയർ കയറി പഠിത്തം കൂടുമോ? വാട്ട് ഈസ് ഹിസ് പ്രിപ്പോസിഷൻ വാസ്, മടീനെ കില്ല് ചെയ്യണം. എനിക്ക് എന്താണോ മടി അത് ചെയ്തുകൊണ്ടിരിക്കണം. സോ ദാറ്റ് ഹീസ് ട്രെയിനിങ് ഹിസ് മൈൻഡ്. ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് എന്താണോ മടി അത് ചെയ്തുകൊണ്ടിരിക്കണം. ആ മടീനെ എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പ് വരുത്തണം ഹീ സ്കിൽഡ്. ഞാൻ ഇപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും ഷൂടും ഷോക്സ് ഇടും. ഇത് നമുക്ക് ഒരു ദിവസം ഷൂ ഇട്ട് 5 നേരം പള്ളിയിൽ പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ ഓഫീസിൽ പോയി ഇവിടെയൊക്കെ എന്ത് ചെയ്യണം, ഷൂ അയച്ചു വെക്കണം, ഷോക്സ് അയച്ചു വെക്കണം. ഇതെന്തൊരു പണിയാണെന്നറിയോ? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ചെരുപ്പിട്ടോളൂ, നല്ല സുഖമല്ല, ഇട്ടിട്ട് ഓടാലോ വേഗം. ചില ആൾക്കാർ കാണും ഷൂ ഇട്ടിട്ട് എന്ത് ചെയ്യും, ആ സൈഡൊന്ന് ബാക്കൊന്ന് മടക്കി വെക്കാൻ മടിച്ചിട്ട് അതെന്ത് ചെയ്യും, അങ്ങനെ തന്നെ ഉപയോഗിക്കും. അങ്ങനെയുള്ള സ്ഥലം വരുമ്പോണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഹാവിങ് ദാറ്റ് ലേസിനെസ്. യു കിൽ ഇറ്റ്. ഇതിനെ പിടിച്ചേ പറ്റൂട്ടെ മക്കളെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഫ് യു വാണ്ട് ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്, കിൽ യുവർ ലേസിനെസ്. വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലന്ന് കിടന്ന് സ്വപ്നം മാത്രം കാണാം, മടിച്ച് കിടന്നിട്ട് സ്വപ്നം കാണാം, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കാം. ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്, ചെയ്യേണ്ടാത്ത കാര്യങ്ങളായിരുന്നു കേട്ടോ. ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ.
ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുമോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം എന്താ അറിയോ? എന്താ ഗുണം? നിങ്ങൾ പറ, എന്താ ഗുണം? ഓഫ് കോഴ്സ് നിങ്ങളുടെ കൂടെ ആൾക്കാർക്ക് കൂടാൻ തന്നെ ഇഷ്ടമുണ്ടാവും, പാരൻസിന് ഇഷ്ടം തോന്നും. അതിൻ്റെയൊക്കെ അപ്പുറം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ IIMലെ കുറച്ച് കുട്ടികളുടെ സ്റ്റോറി പറഞ്ഞുതരാം കേട്ടോ. ഒരു കുട്ടിയുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നത് ബഹ്റൈനിലാണ് വർക്ക് ചെയ്യുന്നത്. 22 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. വലിയ ഹൈ പ്രൊഫൈൽ ഒന്നല്ല, ലോ പ്രൊഫൈൽ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു സാധാരണ പെൺകുട്ടി. ആ കുട്ടി ക്വാളിഫൈ ചെയ്തു, ബഹ്റൈനിൽ ജോലി കിട്ടി, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്തൊരു നല്ലൊരു പ്രപ്പോസൽ വന്നു ആ കുട്ടിക്ക് പ്രപ്പോസൽ വന്നപ്പോൾ ഞാൻ അവരുടെ പാരൻ്റൊക്കെ എനിക്കറിയാം. ഞാൻ പാരൻറ്റിനല്ല വിളിച്ചത്, ആ കുട്ടീനെ തന്നെ വിളിച്ചു. ഐ ഹാവ് ഗോട്ട് ദാറ്റ് മച്ച് ഫ്രീഡം. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, എന്താണ്? ഇപ്പം സെറ്റിലായില്ലേ, ക്വാളിഫൈ ചെയ്തു, ജോബുണ്ട്, നല്ല സാലറി ഉണ്ട്, ലെറ്റ്സ് പ്രൊസീഡ് ലൈക്ക്. പക്ഷെ ആ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ ഫാദറിന് കുറച്ചും കൂടി കടമുണ്ട്, അതും കൂടി തീർത്തിട്ട് മാത്രമേ ഞാൻ എൻ്റെ കല്യാണത്തിലേക്ക് പോകുന്നുള്ളൂ. ഇറ്റ് മേ ടേക്ക് അനദർ 1 year. So this is how a kid, a student, a person can support their parents. നമ്മൾ നോക്കി 22 വയസ്സുള്ള പെൺകുട്ടി. നമ്മുടെ നാട്ടിൽ 22 വയസ്സുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്യും? എന്നെയുണ്ട്. വേറൊരു കുട്ടിയുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയുണ്ട്. ആളുടെ ഹസ്ബൻഡും നമ്മുടെ അടുത്ത് പഠിച്ചത് തന്നെയാണ്, രണ്ടാളും നമ്മുടെ അടുത്ത് പഠിച്ചത് തന്നെയാണ്. ലാസ്റ്റ് ടൈമിൽ ആൾക്ക് മേ ബി ഒരു 24-25 ഒക്കെ ആയിട്ടുണ്ടാവും. ഒരു 20s ക്വാളിഫൈ ചെയ്ത ഒരാളാണ്. ആൾ ലാസ്റ്റ് ടൈം വെക്കേഷനിൽ വന്ന സമയത്ത് ഫാദറിന് ചെറിയൊരു കാർ വാങ്ങിച്ചു കൊടുത്തിട്ട് പോയത്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഇതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു കാറ് പാരൻറ്റിന് വാങ്ങിക്കൊടുക്കുന്നത് ഭയങ്കര സംഭവം എന്നല്ല, ബട്ട് ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ അതിലേക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് സ്ട്രഗിൾസിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവും, അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഈ കുട്ടികളൊക്കെ എനിക്ക് പേഴ്സണലി അറിയുന്ന കേട്ടോ. ഈ കുട്ടികളൊക്കെ ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റും ഇതൊക്കെ നമ്മുടെ അടുത്ത് പഠിച്ച ആൾക്കാരാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് സ്റ്റോറീസ് ഉണ്ട്. വേറൊരു പയ്യനുണ്ട്, മിസ്റ്റർ ജസീം. ഞാൻ സാധാരണഗതിയിൽ പേര് പറയാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇതിൽ വരും. നമ്മുടെ വീഡിയോസിൽ പേര് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പറയുന്ന കുട്ടി നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്ത് ACCക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ജ്യൂസ് മേക്കറായിരുന്നു, ഒരു കടയിൽ ജ്യൂസ് ഉണ്ടാക്കുന്ന കുട്ടിയായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്തത്. ഡിഗ്രി പഠിക്കുന്ന സമയത്തും ACC പഠിക്കുന്ന സമയത്തൊക്കെ ജ്യൂസ് ഉണ്ടാക്കുന്ന പണിയെടുത്തിട്ടാണ് എന്ത് ചെയ്യുക വരിക. ജസ്റ്റ് 1.5 വർഷം കൊണ്ട് ACC കംപ്ലീറ്റ് ചെയ്തു. 1.5 വർഷം കൊണ്ട് അത്രയും ഡെഡിക്കേഷൻ എടുക്കും. ഞാൻ അവരോട് പലപ്പോഴും ചോദിക്കുന്നുണ്ട്, എങ്ങനെ പഠിക്കാൻ സമയം കിട്ടുന്നത്? ക്ലാസ്സിലിരിക്കും, കുറച്ച് സമയം ജ്യൂസിൻ്റെ കടയിൽ പോയിട്ടിരിക്കും, 2-3 മണിക്കൂർ അത് കഴിഞ്ഞിട്ട് അവൻ ഇരുന്ന് പഠിക്കും. അങ്ങനെ ACC ക്ലിയർ ചെയ്തു. കുറച്ച് നാളും IIMൽ ഫാക്കൽറ്റി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയിലാണ് ആൾ. അമേരിക്കയിൽ പോയത് തന്നെ എന്ത് രസകരമാണ്. അവൻ കംപ്ലീറ്റ്ലി സെർച്ച് ചെയ്തു. EYലായിരുന്നു, ബാംഗ്ലൂർ EYലായിരുന്നു ആദ്യം വർക്ക് ചെയ്തത്. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ സെർച്ച് ചെയ്തു ഏതൊക്കെയാണ് ഏരിയാസ്. അപ്പം ഒരു സ്ഥലം അവൻ കണ്ടുപിടിച്ചു. എന്ന് വെച്ചാൽ അമേരിക്കനോട് തൊട്ട് കിടക്കുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ആക്ച്വലി ഇറ്റ്സ് UK, ബട്ട് ബോർഡർഡ് വിത്ത് US. എൻ്റെ പേരെന്താണ്? മിയാമി. ഐ ഫൊഗോട്ട് ദ നെയിം ഓഫ് ഐലൻഡ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ US-ൻ്റെ എല്ലാ വർക്കും ആ ഐലൻഡിലാണ് നടക്കുക. അക്കൗണ്ട്സ്, ഓഡിറ്റ് വർക്കിൽ അവിടെ നടക്കുക. ബട്ട് ഇറ്റ് ഈസ് ടാക്സ് ഫ്രീ. വെൻ യു വർക്ക് ഇൻ US, യു ഹാവ് ടു പേ ടാക്സ്. വെൻ യു വർക്ക് ഹിയർ, യു ക്യാൻ വർക്ക് US വർക്ക്, യു ക്യാൻ ഡു US വർക്ക്, ബട്ട് വിത്തൗട്ട് ടാക്സ് ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? അപ്ലൈ ചെയ്ത് കിട്ടി. സെയിം കമ്പനി EY അവിടെ, കീമൻ ഐലൻഡ്. യെസ്, ദാറ്റ് ഈസ് ദ നെയിം. യു ക്യാൻ സെർച്ച് ഇറ്റ്, കീമൻ ഐലൻഡ്. ആൾ വർക്ക് ചെയ്തു. നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ആളുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. ഹൗ ഈസ് ഡൂയിങ് ഹിസ് ജോബ് ആൻഡ് ഓൾ. ആളുടെ കഥ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ACC ക്വാളിഫൈ ചെയ്തതിന് ശേഷം ആൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു 2-3 വർഷം കൊണ്ട് ഫാമിലിക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുത്തു. അവൻ റെൻറ്റഡ് ഹൗസിലായിരുന്നു അത്രയും നാളുണ്ടായിരുന്നത്. ഫുള്ളി അവൻ്റെ പൈസ ഒന്നല്ല, ഐ തിങ്ക് ഹാവ് ബോറോഡ് സം മണി ആൻഡ് ഒരു വീടുണ്ടാക്കി. ഇപ്പം എന്ത് ചെയ്തിട്ട് കൃത്യമായിട്ട് ഏകദേശം ലോണൊക്കെ തീരാൻ പോയി എന്നാണ് കേട്ടത്. ആൻഡ് ഈസ് ഡ്രോയിങ് എ സാലറി ഓഫ് 6 lakh INR now. 6 lakh. ഏജ് ഈസ് അറൌണ്ട് 25. എനിക്ക് തോന്നുന്നത് ഈ ജൂലൈ ലാസ്റ്റിലായിട്ട് അവരുടെ കല്യാണമാണ്. ദിസ് ഈസ് ഹൗ എ സ്റ്റുഡൻറ്റ്, എ പേഴ്സൺ സപ്പോർട്ടിങ് ദർ ഫാമിലി, ലീഡിങ് ദർ ലൈഫ്. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടോ.
പൂനെയിലോ മുംബൈയിലോ ഡൽഹിയിലോ ചെന്നൈയിലോ നടക്കുന്ന കാര്യമല്ല, അറൗണ്ട് അവർ സിറ്റി. ഇങ്ങനെ നമുക്ക് മാറാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, മാറ്റം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇഫ് യു വോണ്ട് മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ, യു വോണ്ട് ഹെൽപ്പ് യുവർ പാരൻസ്, ദിസ് ഈസ് ദ വേ. സിമ്പിളാണ്, വെരി സിമ്പിൾ. നിങ്ങൾ കുറച്ച് കാര്യത്തിൽ നിന്ന് മാറിക്കണം. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നിറഞ്ഞ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുമ്പോൾ തുളുമ്പിപ്പോകും അല്ലേ? ഒരു നിറഞ്ഞ ഗ്ലാസ്, ഓൾറെഡി നിറഞ്ഞ ഗ്ലാസ്, അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒഴിക്കുന്ന വെള്ളത്തിൽ കിടക്കോ? ഇല്ല, തുളുമ്പിപ്പോകും. ഒഴിക്കുന്ന വെള്ളം കുറച്ചും കൂടി പ്രഷ്യസ് ആണ്, അത് അതിൽ നിൽക്കണം. എങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഓൾറെഡി ഉള്ള വെള്ളം എന്ത് ചെയ്യണം? കുറച്ച് മറിച്ച് കളയണം അല്ലേ? കറക്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ പുതിയ ഫ്രഷ് വാട്ടർ ഒഴിക്കുമ്പോൾ ദാറ്റ് വിൽ ബി ദെയർ. എന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ലൈഫിൽ നിന്ന് എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തണം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള പുതിയ പ്രതീക്ഷകൾ, പുതിയ ഡ്രീംസ്, പുതിയ സാധനങ്ങൾ എന്ത് ചെയ്യണം? പോരയണം. സംഗതി മനസ്സിലാക്കുന്നവർക്ക് നടപ്പിൽ വരുത്താൻ ഈസിയാണ് കേട്ടോ. ഈ കാര്യം കറക്റ്റ് മനസ്സിലാക്കണം. എന്തിനാണ് ഞാൻ ഈ ചെയ്യുന്നത്? എന്തിനാണ് ഞാൻ മൊബൈൽ അഡിക്ഷൻ കുറക്കുന്നത്? എന്തിനാണ് എൻ്റെ ഉറക്കം ഞാൻ കൺട്രോൾ ചെയ്യുന്നത്? എന്തിനാണ് ഞാൻ രാവിലെ എണീക്കുന്നത്? ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? ഒരു വിഷ്വൽ ഇമേജ് ആയിട്ട് നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഒരു വിഷ്വൽ ആയിട്ട് ഉണ്ടാവണം. ഒരു വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേ ബി എ വിഷ്വൽ ദാറ്റ് യു ആർ ഗെറ്റിംഗ് എ ജോബ്, മേ ബി എ വിഷ്വൽ ദാറ്റ് യു ആർ ഗിവിംഗ് സംതിങ് യുവർ പാരൻസ്, മേ ബി എ വിഷ്വൽ ദാറ്റ് യു ആർ വർക്കിംഗ് ഇൻ എ ഓഫീസ്. ഇങ്ങനെയുള്ളൊരു വിഷ്വൽ ഉണ്ടാവണം. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നും. മനസ്സിലാകാൻ ഞാൻ പറയുന്നത്? യു ഗെറ്റിംഗ്? സോ ഡോണ്ട് ഡു ദിസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ CA ACCA പഠിക്കുന്ന കുട്ടികളോട് മാത്രം പറയുന്നില്ല കേട്ടോ. ഐ യൂസ് ടു കണ്ടക്ട് സോ മെനി പ്രോഗ്രാംസ്. ഞാൻ ബിസിനസ് എടുക്കുന്ന ആൾക്കാർക്ക് ക്ലാസ് എടുക്കാറുണ്ട്, എൻ്റെ ക്ലയൻസിന് ക്ലാസ് എടുക്കാറുണ്ട്, പാരൻസിന് ക്ലാസ് എടുക്കാറുണ്ട്. എല്ലായിടത്തും പോയിട്ട് പറയുന്ന സാധനം തന്നെ, ഡോണ്ട് ഡൂസ് ഇൻ ദ ലൈഫ്. ഡോണ്ട് ഡൂസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് കുട്ടികൾക്ക് നമ്മൾക്കെല്ലാം ഫെയിലർ ആവുന്നത്. ഞാൻ പറയുന്നത്, നമ്മളെ റിലീജിയൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്ന കാര്യമാണ്, നമുക്ക് പള്ളിയിൽ പോകാനും നിസ്കരിക്കാനും വലിയ പ്രയാസമാണോ? ഒരു പ്രയാസമില്ല. എന്തിനാ പ്രയാസമുള്ളത്? എന്താണോ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ, പ്രൊഹിബിറ്റഡ് എന്താണോ അത് ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് പ്രശ്നം. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മാറേണ്ടത്. എവ്രിവെയർ എന്താണോ ചെയ്യേണ്ടത് അതിനെ പിടിക്കണം. സോ ദിസ് ഈസ് വാട്ട് മൈ ഫസ്റ്റ് പോയിന്റ്. ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റം വരുത്തുക. കുട്ടികളോട് ഞാൻ ചോദിക്കുകയാണ്, ആർ യു റെഡി ഫോർ ദാറ്റ്? മൊബൈൽ ഫോൺ കുറക്കാൻ റെഡിയാണോ? ഉറക്കം കൺട്രോൾ ചെയ്യാൻ റെഡിയാണോ? നിങ്ങളെ ഫ്രണ്ട്സിനെ റെഗുലേറ്റ് ചെയ്യാം. ഫ്രണ്ട്സിനെ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്, നല്ല നല്ല ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിലേക്ക് നമ്മൾ എന്തെങ്കിലും ചേരണം. അതുപോലെ മാറാൻ റെഡിയാണോ? നിങ്ങളുടെ മടീനെ കില്ല് ചെയ്യാൻ റെഡിയാണോ? നിങ്ങളൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും, ഒന്നും മനസ്സിലാവാത്ത കുട്ടിയാണെങ്കിലും, യു ക്യാൻ ഗെറ്റ് ദാറ്റ് സക്സസ്. ഓൺലി ദ ഇയേഴ്സ് മാറ്റേഴ്സ്, 2-3 years, ദാറ്റ്സ് ഓൾ. ആ ഒരു സാധനം IIM കിട്ടും, ദാറ്റ്സ് ഫോർ ഷുവർ. അങ്ങനെയുള്ള കുട്ടികളായിട്ട് നിങ്ങൾ മാറുക, നന്നായിട്ട് പഠിക്കുക. ഒരു 2-3 വർഷം കഴിഞ്ഞാലോ യു വിൽ റീച്ച് ദാറ്റ് ആബ്സല്യൂട്ട് സക്സസ്, ആബ്സല്യൂട്ട് ഫ്രീഡം. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഞാൻ ഫ്രീഡത്തെ കുറിച്ച് പറയുന്നത് വെച്ചാൽ, നമ്മളുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് ഫ്രീഡം ഉണ്ടോ? നമ്മൾ നമ്മളെ പാരൻസിനോട് ചോദിക്കുന്നത്, നമ്മൾക്ക് കിട്ടിയ ഫ്രീഡത്തിനേക്കാൾ കൂടുതൽ ഫ്രീഡം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം ഇന്നുണ്ടോ? യെസ് ഓർ നോ? ഓഫ് കോഴ്സ്. അതിൻ്റെ 100 ഇരട്ടി ഉണ്ട്. ഇന്ന് പല കുട്ടികളും 18 വയസ്സാകും കാത്തിക്കുക. കാരണം എന്താ? നമ്മളുടെ ഗവൺമെൻറ്, നമ്മളുടെ കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് റൈറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. പക്ഷെ ഇതിനെങ്ങനെ യൂട്ടിലൈസ് ചെയ്യും? ദാറ്റ് ഇസ് ദ പോയിന്റ്. ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സ്വാതന്ത്ര്യത്തിനെ നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് വൈബ്, സെലിബ്രേഷൻ, ഹാങ് ഔട്ട്, അങ്ങനെ എന്ത് ചെയ്യാം? അടിച്ച് പൊളിച്ച് നടക്കാം. അങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുന്ന കുട്ടികളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവും, എന്താ അറിയോ? ഐ ആം യൂട്ടിലൈസിങ് മൈ ഡ്രീം, ഐ ഗോട്ട് ലോസ് ദാറ്റ് ഫ്രോ. എൻ്റെ സ്വാതന്ത്ര്യം ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന നമുക്ക് ചിന്ത ഉണ്ടാവും. എപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ ഉപയോഗിച്ച് ഇങ്ങനെ വൈബും സെലിബ്രേഷനായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഫീൽ ഉണ്ടാവും, ഐ എം യൂട്ടിലൈസിങ് ഇറ്റ്. എന്താ? എൻ്റെ സ്വാതന്ത്ര്യത്തിനെ ഏറ്റവും നന്നായിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ തോന്നും. അങ്ങനെ വഴിയെ കുറേ അങ്ങോട്ടെത്തി കഴിഞ്ഞാണ്ടല്ലോ, ഇതേ സ്വാതന്ത്ര്യം എന്ത് ചെയ്യും? അവനെ ഒരാളുടെ അടിമയാക്കി മാറ്റും. സ്വാതന്ത്ര്യമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിലൂടെയാണ് അവൻ യാത്ര ചെയ്തത്. അവൻ ഒന്നെങ്കിലും ഒരു അവസ്ഥൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ അടിമയാവും. ഏതവസ്ഥൻ്റെ അടിമയാവും? അറ്റ്ലീസ്റ്റ് ഹി വിൽ ബി സ്ലേവ് ഓഫ് മണി. അല്ലേ? നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിച്ച് ഇങ്ങനെ അടിച്ചു പൊളിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പൈസ ഇല്ല, എന്ത് ചെയ്യും? അവിടെയാണ് there comes we will think about taking the wrong routes. അല്ലേ? കുറച്ച് നാൾ ആദ്യത്തിൽ എന്ത് ചെയ്യും? നമുക്ക് പൈസ ഉണ്ടാവും, ചെറിയ പൈസ, പോക്കറ്റ് മണി, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ റോങ് റൂട്ട് എടുത്ത് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ അവസ്ഥൻ്റെ അടിമയായി തീരും. സോ ആക്ച്വലി നമ്മൾ തുടക്കത്തിൽ എന്താ വിചാരിക്കുക? നമ്മൾ ആ സ്വാതന്ത്ര്യം നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുള്ള ഫീൽ ഉണ്ടാവും. ബട്ട് ദാറ്റ് വേ ഇറ്റ് സെൽഫ് വിൽ ലീഡ് ടു സ്ലേവറി.
ഒരു അടിമയായിട്ട് മാറും. ഇനി നിങ്ങളുടെ സ്വാതന്ത്ര്യം ഈ പറയുന്ന രീതിയിൽ ഞാൻ പറയുന്ന കുറച്ച് ഡോൺ ഡൂസ് അതിനൊക്കെ ഒഴിവാക്കി ഒന്ന് റീസ്ട്രക്ചർ ചെയ്തു, ഡിസൈൻ ചെയ്തു, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാണ്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നുണ്ടാവും, നിങ്ങളൊരു റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ബുക്സിൻ്റെ മുമ്പിലുണ്ടാവും, നിങ്ങൾ സബ്ജക്ട്സിൻ്റെ മുമ്പിലുണ്ടാവും. പുറത്ത് നോക്കുന്ന ഒരാൾക്ക് തോന്നും, എന്ത് തോന്നും, ഈ പാവം എന്തിനാ ഈ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ, കഷ്ടം അടിച്ച് പൊളിച്ചൂടെ, എന്തിനാ ഈ കോഴ്സിലും ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, പലരും പറയും ചിലപ്പോൾ. പക്ഷേ ഈ ഒരു അടിമത്തം ഉണ്ടല്ലോ, എന്ത്, ഈ ബുക്സിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അടിമത്തം, അല്ലെങ്കിൽ ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന മുമ്പിൻ്റെ അടിമത്തം, ഈ ഒരു യാത്ര എന്ത് ചെയ്യും, നിങ്ങൾ അബ്സല്യൂട്ട് ഫ്രീഡത്തിലേക്കുള്ള യാത്രയാവും. ഏത് ഫ്രീഡത്തിലേക്കുള്ള യാത്ര? ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്രയാവും. നാളെ ഈ പറഞ്ഞതുപോലെ പാരൻസിന് നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. നാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ അറ്റ്ലീസ്റ്റ് ലീഡ് എ ഡീസൻറ്റ് ലൈഫ്. ആരും മുമ്പിൽ കൈ നീട്ടേണ്ടതില്ല. ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രയാണത്തിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോൾ കുട്ടികൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഈ ഒരു സ്വാതന്ത്ര്യം വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഗ്രാൻഡഡ്, ഇറ്റ് വോണ്ട് ബി ഫോർ ഓൾവേസ്. ഇപ്പം നിങ്ങൾ പാരൻസിൻ്റെ തണലിലായിരിക്കും അല്ലേ, കുറച്ച് കാലം ഉണ്ടാവും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, യു ഹാവ് ടു ഫേസ് ദിസ് വേൾഡ് ബൈ യുവർ ഓൺ. യു ഹാവ് ടു ഫേസ് ദ ചാലഞ്ചസ്. ആ സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവണം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയറാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള IIM ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതും. ഒരു പരിധിവരെ വി ആർ സക്സസ്ഫുൾ ഇൻ ദാറ്റ്. നമ്മളിന്ന് കുട്ടികൾ നന്നായിട്ട് പഠിച്ചു പോകുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട്സ് വരുന്നുണ്ട്. അത് ഏത് കോഴ്സ് ആയാലും കേട്ടോ, CA ആവട്ടെ, ACC ആവട്ടെ, CMA ആവട്ടെ, വാട്ട് എവർ ഇൻ ദ കോഴ്സ്, എല്ലാത്തിനും ഒറ്റ മരുന്നത് സെയിമാണ്, കൂത്തിയിരുന്ന് പഠിച്ചോളാം, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിക്കോളാം. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഇനി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല കുട്ടികളും നന്നായിട്ട് പഠിക്കും, ഒരുപാട് സമയം ചെയ്യും, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യും. പക്ഷേ നമ്മുടെ പഠനം എപ്പോഴും ആക്റ്റീവ് ആകണം. പലപ്പോഴും നമ്മുടെ പഠനം പാസീവായി പോകും. പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം നമ്മൾ ബുക്സിന് മുമ്പിലിരിക്കും, കുറേ വായിക്കും, കുറേ പഠിച്ചെന്ന് നമുക്ക് തോന്നും, പക്ഷേ റിസൾട്ട് കിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും വെച്ചാൽ അത് പാസീവ് ലേണിംഗ് ആയി പോകുന്നതുകൊണ്ടാണ്. അതിനൊരു സിമ്പിൾ എക്സാമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്വിമ്മിങ് പഠിക്കുന്ന ഒരാൾ, സ്വിമ്മിങ് ചെയ്യാൻ അല്ലെങ്കിൽ നീന്താൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഒരുപാട് തവണ എന്ത് ചെയ്തു, വേറെ ആൾക്കാർ നീന്തുന്നത് കണ്ടു, ഇങ്ങനെ നോക്കി കാലടിക്കുന്നു, കൈയടിക്കുന്നു, തലയിങ്ങനെ ആക്കുന്നു, ഇതൊക്കെ പഠിച്ചു, ഫുൾ ടെക്നിക്ക് പഠിച്ചു. പിന്നെ കുറേ റിസർച്ച് ചെയ്തതിനെ കുറിച്ച് ChatGPT അതൊക്കെ നോക്കി ഫുൾ ടെക്നിക്ക് പഠിച്ചു. ഒരു രാവിലെ എന്ത് ചെയ്തു, പോയിട്ട് ഒരു ആറ്റ ചെന്നു വെള്ളത്തിൽ. എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? നീന്തുവോ? എന്ത് ചെയ്യും? രക്ഷപ്പെട്ട ഭാഗ്യം. കറക്റ്റ്. അപ്പൊ എന്ത് ചെയ്യണമായിരുന്നു? നീന്തേണ്ട ആൾ എന്ത് ചെയ്യണമായിരുന്നു? എന്ത് ചെയ്യണം? കണ്ട് പഠിച്ചാൽ പോരാ, വായിച്ച് പഠിച്ചാൽ പോരാ. എന്ത് ചെയ്യണം? വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ആദ്യം കാലിട്ടടിക്കണം, ചെറിയ ഡിസ്റ്റൻസ് നീന്തി പഠിക്കണം, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വലിയ ജമ്പ് ചെയ്യാൻ പറ്റും. കിട്ടി? അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, എക്സാം ഹാളിലേക്ക് പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? എക്സാം ഹാളിൽ നമ്മൾ വായിക്കണം, പറഞ്ഞു കൊടുക്കണം, കേൾക്കണം. എന്ത് ചെയ്യണം? എക്സാം ഹാളിൽ എന്ത് ചെയ്യണം? പറ. എക്സാം ഹാളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് എക്സാം ഹാളിൽ നോക്കുക? ചില ആൾ പറയും എക്സാം ഹാളിൽ എഴുതണം. കറക്റ്റാണ്, എഴുതണം. എങ്ങനെ എഴുതണം? നോക്കിയിട്ട് എഴുതണം. എങ്ങനെ എഴുതണം? മെമ്മറിന്ന് എടുത്തിട്ട് എഴുതണം. കറക്റ്റ്. ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്യാൻ എന്താ പണി? നമ്മൾ സാധാരണ അത് പഠിക്കുന്ന പറയുമ്പോൾ എന്താ കുട്ടികൾ ചെയ്യുക? ബുക്ക് എടുത്ത് വായിക്കും. ബുക്ക് എടുത്ത് വായിച്ച് നല്ല വൃത്തിയിൽ വായിച്ച് ഒരു 5-6 തവണ അല്ലെങ്കിൽ 10 തവണ വായിച്ചിട്ട് എക്സാം ഹോളിലേക്ക് പോകും. ഏതുപോലെ? മൂപ്പര് വെള്ളത്തിൽ ചാടിയ പോലെ, ഒരറ്റ ചാട്ടം. എന്നിട്ട് പറയും പൊട്ടി, 8 നിലയിൽ പൊട്ടി. എന്ത് ചെയ്യണമായിരുന്നു? അതിനാണ് ഞാൻ പറയുന്നത്, പഠനം ആക്റ്റീവ് ആക്കണം. എങ്ങനെ ആക്റ്റീവ് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, വായനയേക്കാൾ കൂടുതലാണ് റൈറ്റിംഗ്. ആക്റ്റീവ് ആക്കാനുള്ള ഉപകരണം കേട്ടോ. റൈറ്റിംഗ് ഈസ് മോർ ആക്റ്റീവ് ദാൻ റീഡിങ് ദ ടെക്സ്റ്റ് ബുക്ക്, റീഡിങ് ദ ടോപ്പിക്. അതിനേക്കാൾ കൂടുതലാണ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കേട്ടി? അപ്പോ ഇവിടെ വായന വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. വായിക്കണം, മനസ്സിലാവുന്നത് വരെ വായിക്കുക. അതും ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കാൻ നോക്കുക. പല കുട്ടികളും എന്താ, ഫാക്കൾട്ടീസ് നോട്ട്സ് കൊടുക്കും. നോട്ട്സ് ഈസ് ജസ്റ്റ് എ നട്ട്ഷെൽ, ഇറ്റ്സ് എ ക്യാപ്സ്യൂൾ. കറക്റ്റ്.
ഇത് മാത്രം പഠിക്കും. കാരണം എന്താ, ടെക്സ്റ്റ് ബുക്ക് ഇത്ര ഉണ്ടാവും, നോട്ട് ബുക്ക് ഇത്ര ഉണ്ടാവും. ഇപ്പൊ എന്ത് ചെയ്യും, നോട്ട് ബുക്ക് നല്ല വൃത്തിയിൽ പഠിക്കും, എന്നിട്ട് എല്ലാം പഠിച്ച് സെറ്റായി എക്സാം. ഇങ്ങനെ പോകുന്ന കുട്ടികൾ സത്യം പറഞ്ഞാൽ ആലോചിച്ചോ, യു ആർ ജമ്പിങ് ഇൻ ടു ദ വാട്ടർ. പ്രത്യേകിച്ച് ഫോറിൻ കോഴ്സ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, ഫോറിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ACC ആൻഡ് CMA USA പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈച്ച് എക്സാം കോസ്റ്റ്, ഈച്ച് എക്സാമിന് എന്നിട്ട് തോറ്റാലുണ്ടല്ലോ, ഇന്ത്യൻ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് തോറ്റാൽ വലിയ പ്രശ്നമൊന്നുമില്ല, 2000 രൂപയുടെ പ്രശ്നം. അടുത്ത എക്സാം അതിന് 2000 രൂപയുള്ളൂ. ഒരു പേപ്പറിനല്ല, ഫുൾ പേപ്പറിനും 2000 രൂപ. ACCയിൽ ഒരു പേപ്പർ ഫെയിൽ ചെയ്യാൻ എത്രയാണ് 15,000 ഉള്ളൂ, ജസ്റ്റ് 15,000. അങ്ങനെ 13 പേപ്പർ. ഓരോ പേപ്പർ 2 പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ സെറ്റ്. എക്സാം എഴുതുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം മക്കളെ. അതേപോലെ CMA USA ഒരു എക്സാമിന് എത്ര പൈസ? ഇതൊക്കെ അറിഞ്ഞിരുന്നോ, നിങ്ങൾ പഠിച്ചിരുന്നോ, അല്ല വെറുതെ ഒരു ഹാലിൽ അങ്ങ് ജോയിൻ ചെയ്തിയാ? പറഞ്ഞെടുത്തിട്ടില്ല അനുജ്, എവിടെ എല്ലാം പറഞ്ഞെടുത്തിട്ടൊക്കെ അറിയില്ലേ കുട്ടികൾക്ക്? ഓരോ എക്സാമിന്റെ കോസ്റ്റ് ഒക്കെ അറിയില്ലേ? പേടിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ. നേരത്തെ മൂപ്പര് ഇതുപോലെ ഒരൊറ്റ ചെമ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, എക്യുപ്പ് യുവർ സെൽഫ്, ദെൻ ഗോ ഫോർ ഇറ്റ്. CMA എക്സാം 2 എക്സാമാണ്, ഒരു എക്സാമിന് 25,000 ആണ് കോസ്റ്റ് വരുന്നത്. വെറുതെ പോയി തല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോയി 25 പിന്നെയും നമുക്ക് കൊടുക്കാം. അതിനേക്കാൾ വലിയൊരു പ്രശ്നമുണ്ട്, അടുത്ത പ്രാവശ്യം എക്സാം എഴുതാൻ പോകുമ്പോൾ കോൺഫിഡൻസ് വിൽ ബി ദ ലോസ്റ്റ്. ദാറ്റ് മാറ്റേഴ്സ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകണം. ആ പഠിച്ചിട്ട് പോകാനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. 3 കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മുടെ മെന്റേഴ്സൊക്കെ അത് ഉറപ്പുവരുത്തണം. ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് പറഞ്ഞാണ്, ഐ ഹോപ്പ് ദേ ആർ ഡൂയിങ് ഇറ്റ്. അല്ലെ ജാസർ, ഇതൊക്കെ ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ? ഒന്ന്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് മനസ്സിലാക്കുന്നവരെ വായിക്കുക. കുറേ തവണ വായിച്ചിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത്, കുറേ സ്റ്റുഡൻസ് ഉണ്ട് അങ്ങനെ, മെയിൻലി ഗേൾസ്. കിട്ടാത്തൊരു സാധനങ്ങളുണ്ടല്ല, അങ്ങ് കോപ്പി ചെയ്യും. സെറോക്സ് മെഷീനോ, സെറോക്സ് മെഷീൻ 50 പേജിൽ അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വെച്ചേക്കും. എങ്ങാനും ഒരു എക്സാം നോക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിലോ, ആ ക്വസ്റ്റ്യന്റെ ആൻസറും അതിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാം എഴുതും, 2-3 പേജ് ആൻസർ. ഞാൻ ഫോട്ടോ കോപ്പി എന്ന് വിളിക്കല്ലേ, ഫോട്ടോ കോപ്പി മെഷീൻ. ഫോട്ടോ കോപ്പി ആവശ്യമില്ലല്ലോ. കാരണം എന്താ, ഇത് എവിടെയെങ്കിലും ഒന്ന് മനസ്സിലായിട്ടില്ലെങ്കിലല്ല ഫുൾ അങ്ങ് മഗപ്പ് ചെയ്യും, ബൈ ഹാർട്ട് ചെയ്യും. നെവർ ഡു ദാറ്റ്. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം, ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് എനർജി. ഇൻസ്റ്റഡ് നമുക്ക് എന്ത് ചെയ്യാം, ആ ടഫായിട്ടുള്ള ഭാഗത്തിന് ഒന്ന് ആരോടൊക്കെ ചോദിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥ സുഹൃത്തില്ലേ, മൂപ്പരോട് ചോദിക്കാം. ആരാ ആത്മാർത്ഥ സുഹൃത്ത്? ChatGPT. കറി എങ്ങനെ ഉണ്ടാക്കണം, ചോറ് എങ്ങനെ ഉണ്ടാക്കണം, എല്ലാം ചോദിക്കുന്നില്ലേ. മൂപ്പർക്ക് ഒന്ന് കോപ്പി ചെയ്തിട്ടെടുത്താൽ മൂപ്പര് പറഞ്ഞുതരും, ഇതാണ് സാധനം. സോ നന്നായിട്ട് വായിക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വായിക്കരുത്. ഒരു കാര്യം ഏകദേശം മനസ്സിലായി, വായിച്ചു 2-3 പേജ് വായിച്ചു, സാധനം മനസ്സിലായി, മാറ്റി വെക്ക്, ടെക്സ്റ്റ് ബുക്ക് മാറ്റി വെക്ക്. അടുത്ത പണി എന്താ? അടുത്ത പണി എഴുതുക. എന്തെഴുതണം? ഒന്നെങ്കിൽ ഈ പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുക, ആൻസർ എഴുതുക. എന്നിട്ട് ആൻസർ കറക്റ്റ് ആൻസറായിട്ട് കമ്പയർ ചെയ്യുക. ഡിവിയേഷൻ ഉണ്ടാവും, നിങ്ങൾ 10-ൽ 1 എഴുതിയിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക, കമ്പയർ ചെയ്യുക, ഡിവിയേഷൻ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ആദ്യം ഒന്നാമത്തെ ചെയ്ത ഓൾറെഡി എഴുതിയ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഒന്നും കൂടി എഴുതി നോക്കുക. ആ ലൂപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെല്ലെ 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 നിങ്ങൾ എന്ത് ചെയ്യും, കറക്റ്റ് ആൻസറിന്റെ ഈക്വൽ ആവുന്ന രീതിയിൽ നിങ്ങൾ ആൻസേഴ്സ് എത്തി തുടങ്ങും. കേട്ടി? മനസ്സിലാവുന്നവരെ വായിക്കുക, ദെൻ എഴുതി പഠിക്കുക. എഴുതി പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ACCA CMA സ്റ്റുഡൻസ് ആണെങ്കിൽ ടൈപ്പ് ചെയ്ത് പഠിക്കുക. അവിടെ പെൻ ആൻഡ് പേപ്പർ എക്സാം ഇല്ല. അതൊക്കെ എന്താണ്, ഓൺലൈൻ എക്സാം ആണ്. ഇന്ത്യൻ കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എഴുതി പഠിക്കാം, ക്ലിയർ റൈറ്റിംഗ്. ഇനി നിങ്ങൾ ACCA അല്ലെങ്കിൽ CMA USA പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഇല്ല, ഡോണ്ട് വറി, എഴുതി പഠിച്ചോ, സാധാരണ പോലെ എഴുതി പഠിച്ചോളൂ. നമുക്ക് സിസ്റ്റത്തിൽ എന്ത് ചെയ്യാം, കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വെറുതെ പ്രസംഗിച്ച് പോകാൻ വന്നതല്ല കേട്ടോ. ഇന്ന് നിങ്ങൾ കേട്ടിട്ട് ഇത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ലൈഫിൽ മാറ്റം ഉണ്ടാവണം. എല്ലാം പിന്നെ ഞാൻ വെറുതെ ഇവിടുന്ന് കഷ്ടപ്പെടുന്ന വെറുതെ ആയിപ്പോവും. സത്യം പറഞ്ഞാലോ, നമ്മളുടെ IIM പഠിപ്പിക്കുന്ന ഫാക്കൾട്ടീസ്, അവർ വേറെയും പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിപ്പിക്കുന്ന ഫാക്കൾട്ടീസ് ആണ്, വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അവർ വന്നിട്ട് ചോദിക്കാറുണ്ട്, അവർ വന്നിട്ട് പറയാറുണ്ട്, പേഴ്സണലി അവർക്ക് IIM ക്ലാസ് എടുക്കാൻ കുറച്ചും കൂടി ഇഷ്ടമാണ്. കാരണം അവർക്ക് പഠിപ്പിച്ച സ്ഥലത്ത് റിസൾട്ട് കിട്ടും. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാൾ കൂടുതൽ റിസൾട്ട് അവർക്ക് IIM കിട്ടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, IIM വന്നിട്ട് അവർക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. IIM എന്താണ്, സ്റ്റുഡിയസ് ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഉണ്ടാവും. അപ്പം പലപ്പോഴും ഈ ഫാക്കൾട്ടീസ് ചോദിക്കാറുണ്ട്, ഇതെന്താ ഇവിടെ ഇങ്ങനെ റിസൾട്ട്? ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ.
ഇത് വലിയ മാജിക് ഒന്നുമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ അടിച്ച് പിടിച്ച് പഠിപ്പിക്കലൊന്നുമില്ല. വി ആർ ഓൾ വെരി ഫ്രണ്ട്ലി. ബട്ട് ഒരു 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 മൊമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ക്ലാസ്സിൽ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്. എത്ര വലിയ പറക്കുന്ന ഫാക്കൽറ്റി വന്നിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാലും ഇറ്റ്സ് ഓൺലി 20% ഓഫ് ദ ടോട്ടൽ വർക്ക്. പല കുട്ടികൾ നമ്മളെന്താ വലിയ ഫാക്കൽറ്റിയുടെ ക്ലാസ് ഒക്കെ നോക്കിയിട്ട് പോകും. ഇറ്റ്സ് ഗുഡ്, മോശം പറയുന്നൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് ഓൺലി 20% ഓഫ് ദ ടോട്ടൽ വർക്ക്. ബാക്കി 80% വർക്ക് എന്താണ്? ദിസ് ഈസ് ദ വർക്ക്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഇരുന്ന് പണിയെടുക്കുക. നിങ്ങളുടെ ബുദ്ധിനേക്കാൾ കൂടുതൽ വേണ്ടത് നിങ്ങളുടെ എഫേർട്ടാണ്. ബുദ്ധിയുള്ള കുട്ടികളെക്കാൾ കൂടുതൽ ക്ലിയർ ചെയ്യാൻ ചാൻസ് ആർക്കാണ്? എഫേർട്ട് പുട്ട് ഫോർവേഡ് ചെയ്യുന്ന കുട്ടികൾക്കാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്തോ, ഇറ്റ്സ് ഡൺ. ഇതാണ് ഡൂസ് ആൻഡ് ഡോണ്ട് ഡൂസ്. ഇതിൽ ഡൂസിൽ ഞാൻ 3 കാര്യം പറഞ്ഞത്. ഒന്ന്, നന്നായിട്ട് വായിക്കുക, മനസ്സിലാവുന്നവരെ വായിക്കുക, പിന്നെ എഴുതി പഠിക്കുക, പിന്നെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കുക. വേറൊരു 3 സാധനങ്ങൾ കൂടി ഉണ്ട്, ചെയ്യാൻ പറ്റിയെങ്കിൽ അതും കൂടി ചെയ്തോളൂ. ഇറ്റ്സ് എ ബെസ്റ്റ് തിങ്. ഒന്ന്, എക്സാം കണ്ടക്ട് ചെയ്യുക. എക്സാം എഴുതുക എന്നല്ല, എക്സാംസ് കണ്ടക്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുക, അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുത്തിട്ട് അവരെ കൊണ്ട് എക്സാം എഴുതുക. 4മത്തത്, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുക. ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുക. ഭയങ്കര ഇൻസൈറ്റ്സ് ഉണ്ടാവും, ക്ലിയർ ഇൻസൈറ്റ്സ്. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യന് പല രീതിയിലുള്ള ആൻസർ കൊടുക്കുക, ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ, ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ആൻസേഴ്സ്. അത് ഒരു 10 പേപ്പർ വാല്യൂ ചെയ്യണം, എന്നിട്ട് മനസ്സിലാവും. ആൻഡ് ദ ലാസ്റ്റ് വെപ്പൺ, ദ മോസ്റ്റ് ഡേഞ്ചറസ് വെപ്പൺ ഫോർ ദോസ് ഹു എയിം ഫോർ ദ റാങ്ക്, ഇറ്റ് ഇസ് ടീച്ചിങ്. എക്സാം എഴുതുന്നതിന് മുമ്പേ പോയിട്ട് എന്ത് ചെയ്യുക? കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ടീച്ച് ചെയ്യുക. ഞാൻ 3rd പോയിന്റിൽ പറഞ്ഞത് കാര്യം അത് തന്നെയാണ്. എന്ത് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ? അവിടെ ഡിസ്കഷൻ ആണ്, ഇവിടെ പക്ക ടീച്ചിങ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, I have cleared my chartered accountancy by applying these rules. ഞാൻ നിർത്തുകയാണ്. I was not a student at all when I was in my 10th. എൻ്റെ മാർക്ക് 242 out of 600. +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. Again I have got 46%. ഗാങ്സ്റ്റേഴ്സിൽ എവിടെയാണ്? ബികോം. എനിക്ക് ബികോം ആണ്. ഞാൻ ബികോമിന് അപ്ലൈ ചെയ്തു. എനിക്ക് എങ്ങനെ ബികോം കിട്ടിയെന്ന് എനിക്ക് ഇന്നും അറിയില്ല. somehow I got it. സർ സെയ്ദ് കോളേജ് എന്ന പേര്. 3 വർഷം ബികോം ഒക്കെ കഴിഞ്ഞു ഇറങ്ങി. Unfortunately or fortunately, I have got 42% with 7% ഗ്രേസ് മാർക്ക്. ക്രിക്കറ്റിലേക്ക് നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. ബികോം കഴിയുമ്പോഴേക്ക് ഏകദേശം എത്ര വയസ്സ്? 20 വയസ്സ്. എൻ്റെ പൊസിഷൻ എന്തായിരുന്നു? 20ാമത്തെ വയസ്സിൽ എൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ, I was not knowing what is the difference between is and was. Even though I have cleared BCom, I was not knowing what is debit and credit. 20 വയസ്സാകുമ്പോൾ എനിക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായത്, ഐ കനോട്ട് ബി നോ വെയർ ഇൻ ക്രിക്കറ്റ്. ക്രിക്കറ്റ് സ്വപ്നം ഏകദേശം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. മനസ്സിലായി, ഇത് എവിടെ എത്താൻ പറ്റുന്നില്ല. അതുവരെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് IPL ഒന്നുമില്ല. IPL ഉണ്ടെങ്കിൽ ലൈഫ് വുഡ് ഹാവ് സ്റ്റിക്ക് ഓൺ ഫോർ സം മോർ. അപ്പോൾ ലൈഫിലൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ബികോം പോയതോടുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്സ് മൊത്തം പോയി. ലൈഫ് ഫുൾ എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് എ നൈറ്റ് മെയർ, നോ വൺ ഈസ് അറൗണ്ട്. അപ്പോൾ ഇനി മുമ്പോട്ടേക്ക് പോകണ്ടേ? ക്രിക്കറ്റ് എന്ന് പറഞ്ഞ സ്വപ്നം ഇല്ലാണ്ടായി, മുമ്പോട്ടേക്ക് പോകണം. അപ്പം എൻ്റെ ഒരു മണ്ടൻ തീരുമാനമായിരുന്നു, എന്ത്, അക്കൗണ്ടൻ്റ് ആവാം. ബികോം ഉണ്ടല്ലോ കയ്യിൽ, അക്കൗണ്ടൻ്റ് ആവാം. അക്കൗണ്ടൻ്റ് ആവാൻ എന്ത് വേണം? പറ. അക്കൗണ്ടൻസി അറിയണം. അറിയണ്ടേ? വെറുതെ അക്കൗണ്ടൻ്റ് ആവാൻ പറ്റുമോ? എനിക്ക് അക്കൗണ്ടൻസി അറിയില്ല. അപ്പം ഞാൻ അടുത്ത തീരുമാനം, എന്ത്, അക്കൗണ്ടൻസി പഠിക്കാൻ വേണ്ടിയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി പിടിക്കുമ്പോൾ പുളിങ്കൊമ്പ് തന്നെ പിടിക്കണമല്ലോ. നേരെ വിട്ടു ചെന്നൈയിലേക്ക്. ചെന്നൈ ലൈഫ് വാസ് അഗെയിൻ എ നൈറ്റ് മെയർ. ഒന്ന് ക്ലാസ്സിൽ ഈ പറയുന്ന ബുജികളായിരിക്കുന്നത്. മുമ്പിൽ സാർ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആൻസർ പറയൂ. എനിക്ക് ഇംഗ്ലീഷും അറിയില്ല, അക്കൗണ്ടൻസിയും അറിയില്ല. എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഐ വാസ് ലൈക്ക്, എന്താ പറയുക, ഈ കരക്കിട്ട മീനെ പോലെയാണ്. എങ്ങനെയൊക്കെ ഇവിടുത്തെ രക്ഷപ്പെടുന്നില്ല അടുത്തില്ല. അങ്ങനെ. അത് മാത്രമല്ല, ഹോസ്റ്റലിൽ ഒരുപാട് പ്രശ്നങ്ങൾ. ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കട്ടിലുള്ള ഒരു ചെറിയ റൂം, 3 സിംഗിൾ കട്ടിൽ, 3ലും ഒക്കുപ്പൈഡാ. MMA എന്ന് പറയാം ഹോസ്റ്റലിൻ്റെ പേര്. സച്ച് എ ഗ്രേറ്റ് ഹോസ്റ്റൽ. ഈ 3 കട്ടിലിൻ്റെ നടുക്കുള്ളൊരു ചെറിയ സ്ഥലമുണ്ട്, അതാണ് എൻ്റെ സ്ഥലം. RIC എന്ന് പറയാം, ടെമ്പററി സ്റ്റേ. ബെഡ് കിട്ടിയിട്ടില്ല. രാത്രി ആകുമ്പോൾ മൂപ്പര് ഇറങ്ങി വരും. ആര്? കട്ടിൽ നിന്ന്. ആരായിരിക്കും? മൂട്ട. പിന്നെ കൊതുക്, മോളിൽ നിന്ന് കൊതുക്, നല്ല ചൂടും. രാവിലെ എണീച്ചിട്ട് ക്ലാസ്സിന് പോകണം. ഏത് ക്ലാസ്സിന്?
ഈ ഒന്നും മനസ്സിലാവാത്ത ക്ലാസ്സിന്. ആക്ച്വലി 1-2 മാസം അവിടെ പിടിച്ചെന്ന് ഓടി രക്ഷപ്പെട്ട്, ചെന്നൈയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട്. ചെന്നൈയും വേണ്ട, CA വേണ്ട, ഒന്നും വേണ്ട എന്നിട്ട് ഓടി രക്ഷപ്പെട്ടു. നാട്ടിലെത്തിയ 1 ഇയർ, എക്സാക്ട് 1 ഇയർ അടിച്ച് പൊളിച്ചു. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പീക്ക്. എന്നെ രാവിലെ വീട്ടിന് മുമ്പിൽ ആൾക്കാരെത്തും, എന്ത് വലിയ പ്ലെയറല്ലേ, വാ കയറി പോവാ. രാവിലെ ഒരു സ്ഥലത്ത് കളി, വൈകുന്നേരം വേറൊരു സ്ഥലത്ത് കളി. ഒരു ദിവസം എന്നെ ചിക്കൻ വാങ്ങിക്കാൻ അയച്ചു രാവിലെ. ഐ സ്റ്റിൽ റിമെമ്പർ. ചിക്കൻ വാങ്ങിക്കാൻ അയച്ച സ്ഥലത്ത് നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇവിടെ ഒരു കളിയുണ്ട്, വേഗം പോയിട്ട് വരാം. ഞാൻ കളിക്കാൻ പോയി. രാവിലെ 8 മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാത്രി ചിക്കനായിട്ട് 10 മണിക്ക്. ദിസ് വാസ് മൈ ലൈഫ്. പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നത്, ഐ വോണ്ട് ടു ഡു സംതിങ് ഇൻ മൈ ലൈഫ്. ആ ഒരു വേദന, ഒരു പെയിൻ ഓൾവേസ് ദെയർ. വെറുതെ കളിച്ച് നടക്കുമ്പോഴും ഐ വോണ്ട് ടു ഡു സംതിങ് ഇൻ മൈ ലൈഫ്. ദാറ്റ് ഫീലിംഗ് വാസ് ഓൾവേസ് ദെയർ. ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, എന്തൊക്കെ ആയിത്തീരുന്നല്ലേ. അങ്ങനെ ഒരു ദിവസം ഇതേപോലത്തെ ഒരു ക്ലാസ് ഇട്ട്, ഒരു ചെറിയാൻ വോഗീസ്. ആ ക്ലാസ്സിൽ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, വെനെവർ യു ഡു എനിത്തിങ് യു ഡു ഇറ്റ് വിത്ത് ബിലീഫ്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും വിശ്വസിച്ചിട്ട് ചെയ്യണം. ഒരു 10 കാര്യങ്ങൾ അതിൽ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു, സെൽഫ് ബിലീഫ്. എന്ന് തുടങ്ങിയിട്ടുള്ള 10 കാര്യം. ഈ സെൽഫ് ബിലീഫ് എന്ന് കേട്ടിട്ട് ബാക്കി 9, ബാക്കിയെല്ലാം എനിക്ക് പുകയായിരുന്നു, ഒന്നും കിട്ടിയിട്ടില്ല. ഓൺലി ദിസ്. ഞാൻ അന്ന് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ആലോചിച്ചു, ഐ ഹാവ് ഡൺ സോ മെനി തിങ്സ് ഇൻ മൈ ലൈഫ്. ഐ ബിലീവ്ഡ് ഇറ്റ്. ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് കളിച്ചിട്ടുണ്ട്. ബട്ട് ഒരിക്കലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിട്ടില്ല, ഇതിൽ എന്തെങ്കിലും ആയിത്തീരുന്നില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിട്ടില്ല. അത് 2 കേട്ടോ. ആഗ്രഹവും വിശ്വാസവും 2. ഇനി രണ്ടാമത് CA പഠിക്കാൻ പോയി. വിശ്വാസം ഉണ്ടായിരുന്ന? വിശ്വാസം ഉണ്ടായിട്ടില്ല, ആഗ്രഹം ഉണ്ടായിട്ടില്ല. എന്താ ഉണ്ടായിട്ടുള്ളൂ? അക്കൗണ്ടൻസി പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ. സോ ഈ ഒരു സാധനത്തിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു സ്ട്രോങ് ആയിട്ടൊരു സാധനം വേണം. എന്ത്? ക്രിക്കറ്റ് ഡ്രീമിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ട്രോങ്ങർ സാധനം ഐ നീഡ് ഇറ്റ്. സോ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു കാര്യം ഒന്നും കൂടി തീരുമാനിച്ചത്, ഐ എം അഗെയിൻ ഗോയിങ് ഫോർ ചാർട്ടേഡ് അക്കൗണ്ടൻസി വിത്ത് ബിലീഫ്. അന്ന് തുടങ്ങി 10 മാസം ഈ പറയുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, കഷ്ടപ്പെട്ട് പഠിച്ചു. ദാറ്റ് വാസ് എ വെരി സ്ട്രഗിൾ ഇയർ ഇൻ മൈ ലൈഫ്. ഭയങ്കര കഷ്ടപ്പെട്ടിരുന്നു, ഭയങ്കര ഹരാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ അക്കൗണ്ടൻസി പഠിക്കുന്ന ടീച്ചർ എന്നാന്ന് വെച്ചാൽ, നീ യു സ്റ്റഡി ഫോർ CA. കാരണം എന്താ, ട്രയൽ ബാലൻസ് ഒറ്റ ലൈനിൽ എഴുതി. അക്കൗണ്ടൻസി പഠിച്ചവർക്കറിയാം അല്ലേ, ഡെബിറ്റ് ക്രെഡിറ്റ് എഴുതണ്ടേ? ചാത്തപ്പരെന്ത് മനുഷ്യരാ, എന്ത് ഡെബിറ്റ് ക്രെഡിറ്റ്, ഒന്നും അറിയില്ല. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു. ബട്ട് കണ്ടിന്യൂസ് പ്രാക്ടീസ് വിൽ മേക്ക് എവറിത്തിങ് വി കൻ ഓവർകം. കണ്ടിന്യൂസ് പ്രാക്ടീസ്. എനിക്കറിയായിരുന്നു, രണ്ടാമത് CA പോകുന്ന സമയത്ത് എനിക്കറിയായിരുന്നു, ഐ ആം നോട്ട് ദാറ്റ് മച്ച്. ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, എനിക്ക് അത്രയും ബുദ്ധിയില്ല, അത്രയും കഴിവില്ല. സോ ഒരു കുട്ടി, എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടി 1 hour സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ നീഡ് ടു സ്പെൻഡ് 10 hours. ദാറ്റ് ഈസ് മൈ റേഷ്യോ, 1:10. അപ്പം അങ്ങനെ ഇറ്റ്സ് ബിയോണ്ട് ഇമാജിനേഷൻ. നന്നായിട്ട് പഠിച്ചു കേട്ടോ. ഈ പറയുന്നത് പഠിപ്പിച്ചു, എല്ലാം ചെയ്തു. എന്തൊക്കെയോ ഒരാൾക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ ചെയ്തിരുന്നു. ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ്. അന്ന് ഇൻ്റർമീഡിയറ്റ് എക്സാമിൻ്റെ 1 മാസം മുമ്പ് എൻ്റെ അവസ്ഥ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഒന്നും പഠിക്കാനില്ല. എനിക്കെന്നൊരു പേടി, ഇതെല്ലാം തീർന്നോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും, എന്ത് കുറേ ആൾക്കാർ വെച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കും. എല്ലാം സെറ്റാണ്, ഓക്കെയാണ്. പക്ഷേ എക്സാമിന് തൊട്ട് മുമ്പൊന്നും എനിക്ക് കൂടുതൽ പഠിക്കാനൊന്നും ഉണ്ടായിട്ടില്ല. എവറിത്തിങ് ഐ ഹാവ് ഫിനിഷ്ഡ്. അത് എങ്ങനെ ഫിനിഷ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് 5 മണിക്ക് തീർന്നു കഴിഞ്ഞാൽ 5:10, 5:15 ഞാൻ ബുക്സിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തും. ഐ വോണ്ട് ഹാങ് ഔട്ട്. കറക്റ്റ് 10 മണിക്ക് ഉറങ്ങും, രാത്രി 5 മണിക്ക് എണീക്കും. എന്നെ എവിടെ കിട്ടില്ല. ഹോസ്റ്റലിലാണ് ഞാൻ നിൽക്കുന്നത്, എന്നെ എവിടെ കിട്ടില്ല. കിട്ടും. എവിടെയാന്ന് ഞങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞുതരാം. എന്നുവെച്ചാൽ അന്ന് 20-21 വയസ്സ് വരെ ഞാൻ ജീവിച്ച ലൈഫിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ്. അതുവരെ ബുക്സ് വാസ് നോട്ട് ഇൻ മൈ ഡ്രീം. ഞാൻ അപ്പോഴും വായിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഈ പഠിക്കാത്ത സമയത്ത് വായിക്കാറുണ്ട്. ഐ ഡു റീഡ് എ ലോട്ട്. ന്യൂസ് പേപ്പർ ചെറുപ്പത്തിലേ വായിക്കാറുണ്ട്, ഫിക്ഷൻ സ്റ്റോറീസ് വായിക്കാറുണ്ട്, സ്പോർട്സ് നന്നായിട്ട് വായിക്കും. മേ ബി ആ റീഡിങ് ഹാബിറ്റ് ആയിരിക്കും കുറച്ചും കൂടി എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക വെൻ കംസ് ടു ചാർട്ടേഡ് അക്കൗണ്ടൻസി. എനിവേ ആ ഒരു 10 മാസം ഞാൻ ഉണ്ടല്ലോ ഈ രീതിയിൽ വർക്ക് ചെയ്തപ്പോൾ, അതിലാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കിട്ടിയത്. 61% ഇൻ CA ഇൻ്റർമീഡിയറ്റ്.
ഒരു 10-30 മാർക്ക് ലെസ് ഇൻ 15th റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക്. ആർക്ക്? 10th ക്ലാസ്സിൽ 242, +2 ഹ്യൂമാനിറ്റീസ് again 40, 45, 46, BCom again between 45. A person who does not know is and was debit and credit. ഏതിലാണ് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ചത്? Not in 10th, not in +2, not in degree. Where? The exam which people say that the toughest exam in the world. You say who is tough. Exam is tough or the human being is tough? Who is tough? എന്തുകൊണ്ടാണ് നമുക്ക് സബ്ജക്ട്സ് ടഫായി പോകുന്നത്? നമ്മളെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. സോ ദിസ് ഈസ് ദ ട്രൂ ലൈഫ്. ആ ഒരു സക്സസ് ഉണ്ടല്ലോ, ദാറ്റ് വാസ് ദ ട്രിഗർ ഇൻ മൈ ലൈഫ്. എനിക്കൊന്ന് സെൻസ് ചെയ്തു. എന്തായിരിക്കും സെൻസ് ചെയ്യുക? യെസ്, നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ്. അന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസി പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയാനേ ഇല്ല നാട്ടിൽ. Who knows chartered accountancy in the year 2007, 8, 9? കാലിക്കറ്റിൽ ആദ്യമായിട്ട് ACCA ക്ലാസ് തുടങ്ങുന്നത് 2012. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഐ വാസ് ദ ഫാക്കൾട്ടി. ടാക്സേഷൻ്റെ ഫാക്കൾട്ടി ആയിരുന്നു 2012. ദർ വർ നോ അതർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹിയർ. IIM 2009 സ്റ്റാർട്ട് ചെയ്തിരുന്നു. വി വർ ഓൺലി ഗിവിംഗ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ആൻഡ് CMA India ക്ലാസ്സസ് then. And there was another institute, I forgot the name. It was in Beachside. അവിടെ ACCA ക്ലാസ് തുടങ്ങി ആദ്യമായിട്ട് ടാക്സിൻ്റെ ഒരാൾ വന്നിട്ട് ഞാനാണ് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്, അന്ന് ഒരാളും അറിയാത്ത സമയത്ത് എന്ത് ചെയ്തു? ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്ലിയർ ചെയ്യാൻ പറ്റി. ഏതാൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി? ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു കുട്ടിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്നെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. യു ഹാവ് ഗോട്ട് സച്ച് എ ബിഗ് പൊട്ടൻഷ്യൽ സൈഡ്. ആ പൊട്ടൻഷ്യലിനെ, ആ ഒരു എനർജീനെ, ആ ഒരു കഴിവ് നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ചെയ്യണം. ഏതിലേക്ക് ഡയറക്റ്റ് ചെയ്യണം? ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദ ലൈഫ്. ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക്, ആ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് എന്തെങ്കിലും ഡയറക്റ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ, ദാറ്റ് ഇസ് നഫ്. There are people, they say that the life is full of opportunities. There are other set of people, they say there is no opportunities at all. Who will say that the life is full of opportunities? Those who is having something in their hand. അങ്ങനെയുള്ളവർക്ക് ഫുൾ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. എവിടെ നോക്കിയാലും ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സോ ബി ഇൻ ദ സ്ട്രീം ലൈൻ, ബി ഇൻ ദ മെയിൻ സ്ട്രീം, ബി ഇൻ ദ ഫ്രണ്ട് ലൈൻ. അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിലല്ലോ, only 2-3 years down the line you can have that prefix before your name. You can make the changes. നിങ്ങളെ ലൈഫ് മാത്രമല്ല ചേഞ്ച് ആവുക കേട്ടോ, നിങ്ങളുടെ എൻറ്റയർ ഫാമിലിൻ്റെ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഏത് കോഴ്സും ആവട്ടെ നന്നായിട്ട് പഠിക്കുക. കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും ജയിച്ചാലും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. കോഴ്സ് ഇത് കോൺവൊക്കേഷൻ വരുന്നുണ്ട്, നമ്മളെ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ കാര്യം പറഞ്ഞത് ഒരു പ്രൊഫഷണൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുക, എങ്ങനെ നമുക്ക് ലൈഫിൽ ലീഡ് ചെയ്യണം. ദിസ് ഈസ് അനദർ സെറ്റ്. എനിവേ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. മേ ദിസ് ഡേ ബി എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ് ആൻഡ് മേ യു ഹാവ് എ പ്രൊഫഷണൽ സൂൺ. താങ്ക് യു എവരിവൺ. Thank you once again. Q&A? Yes, ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ. Q&A ഉണ്ടെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ സാർ അടുത്ത് ചോദിക്കാം കേട്ടോ. എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാവേ. No problem. I'll handle it. No problem. Sorry, normally I do have that Q&A session. എല്ലാ പ്രോഗ്രാം കഴിഞ്ഞാലും വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് വെള്ളം കുടിക്കേണ്ട തിരക്കിൽ ഞാൻ നിർത്തിപ്പോയതാണ്. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഈ കോഴ്സിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് എന്തിനും കൂടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കുറേ പാരൻസ് വിളിക്കും, കുറേ കുഞ്ഞൻ ഡൗട്ട്സുമായിട്ട്. അപ്പോൾ ആ ഡൗട്ട്സ് മൊത്തത്തിൽ അങ്ങ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാനുള്ള പണിയും കുറയും, നമ്മൾക്ക് ഇവിടുന്ന് ആൻസർ ചെയ്യാനുള്ള പണിയും കുറയും. ആ മൈക്കിൽ ചോദിക്കണമെന്നില്ല. യു ഗെറ്റ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഗിവ് ടു മീ.
നിങ്ങൾക്ക് ഒച്ചത്തിൽ ചോദിക്കാൻ ചിലപ്പോൾ ചിലർക്ക് മടിയുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എന്താ അവിടെ പറഞ്ഞു കൊടുക്കാം പ്ലീസ്. എനിക്ക് വയറ് നിറഞ്ഞിരുന്നാ ഇജാസ് സാറിന് വയറ് നിറഞ്ഞിട്ടില്ലോ കേട്ടാ, കുറച്ചും കൂടി കൊടുക്കണം ഉണ്ട്, പല കാര്യങ്ങൾ പറയാനുണ്ട്. You got the question? അങ്ങനെ ഈ സിറ്റ് ഡൗൺ. ഫോർമുലയിലുണ്ടല്ലോ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കില്ല, സിമ്പിളായിട്ട് ചോദിക്കും. ആ യെസ്. ഇപ്പോഴത്തെ ജനറേഷനിൽ കുറെ പേര് എല്ലാവരും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലേക്ക് നല്ല ഇൻഫ്ലുവൻസ് ആണ്. അപ്പം ഞാൻ ഇങ്ങനെ ഡിസിഷനിലേക്ക് എത്തിയ സമയം മുതലേ നമ്മുടെ ആൽഗരിതവും ഫീൽഡൊക്കെ മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം അതിനകത്ത് കുറേ ഇതിനകത്ത് കണ്ടില്ലേ, പഠിച്ചാലും പൊട്ടും പഠിച്ചില്ലേലും പൊട്ടും. പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇതായിട്ട് കുറെ കോമന്റ്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനും ഇങ്ങനെ ഇതാക്കിയ കാര്യം, കുറെ പേര് കുറെ വർഷങ്ങളായിട്ട് എഫേർട്ട് എടുത്ത് കുറെ അറ്റംപ്റ്റ്സ് എടുത്ത് കുറെ പഠിച്ചിട്ടും ഇത് കിട്ടാണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്തായിരിക്കും അവിടെ അവർക്ക് ലാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, എന്തായിരിക്കും അവരുടെ പോരായ്മ, അല്ലെങ്കിൽ എന്താണ് അവർ കൂടുതലായിട്ടുള്ളത്. സാറിപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം സാറിന് എന്തായിരിക്കും ലൈക്ക് ഈ എഫേർട്ടിലേക്ക് അപ്പുറത്തേക്ക് എന്ത് സ്മാർട്ട് ആയിട്ടുള്ള എന്തൊരു എലമെന്റ് ആണ് സാറിന് സക്സസിലേക്ക് എത്തിച്ചെന്ന് സാറിന് തോന്നുന്നു? വെരി ഗുഡ് ക്വസ്റ്റ്യൻസ്. ആൻസർ ചെയ്യട്ടെ? ചോദിച്ചാൽ മാത്രം പറഞ്ഞു കൊടുക്കാം അല്ലേ? അല്ല നല്ലത്. നിങ്ങൾക്ക് ഇത്രയും സമയം കേട്ടിട്ട് ബോറടിച്ചിട്ടില്ല? എനിവേ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, കുറേ ആൾക്കാർ കുറേ അധ്വാനിച്ചിട്ടും പാസ്സായിട്ടില്ല. അത് വാട്ട് മേ ബി ദ റീസൺ, എന്തുകൊണ്ടായിരിക്കും അവർ പാസ്സാവാത്തത് ചോദിച്ചത്. നമ്മുടെ കണ്ണൂർ ബ്രാഞ്ചിൽ CA ഫൈനലിൻ്റെ ഒരു പ്രോഗ്രാം തുടങ്ങി, റെസിഡൻഷ്യൽ ബാച്ച്. ഒരു 2 വർഷമായിട്ടുള്ളൂ. ഓൾമോസ്റ്റ് 150 സ്റ്റുഡൻസ് അവിടെ വന്നു. 80 സ്റ്റുഡൻസ് ഓൾറെഡി ക്ലിയർഡാണ്. ഒരു 30-40 സ്റ്റുഡൻസ് ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ ഔട്ട് ഓഫ് 150 സ്റ്റുഡൻസ് വി ഹാവ് ഗോട്ട് ഓൾമോസ്റ്റ് 120 റിസൾട്ട്സ്. ഈ റിസൾട്ടിലുള്ള കുട്ടികളൊക്കെ ആ ഒരു 4, 5, 6 തവണ മുമ്പേ എക്സാം എഴുതിയ ആൾക്കാരാണ്. അങ്ങനെയുള്ള കുട്ടികളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഈവൺ ഹൈദരാബാദിൽ നിന്ന് കുട്ടികളുണ്ടായിരുന്നു, ചെന്നൈയിൽ നിന്ന് കുട്ടികളുണ്ടായിരുന്നു, കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളുടെയൊക്കെ ലാക്കിങ് എന്തായിരുന്നു വെച്ചാൽ, ഒന്ന് 4-5 തവണ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് ടോപ്പിക്കും അവർ ഇതുവരെ പഠിച്ചിട്ടില്ല. അവർ സെലക്റ്റീവ് സ്റ്റഡി ആയിരുന്നു. അതേപോലെ ഈ പറഞ്ഞ കാര്യം, അവർ എഴുതി പഠിക്കുന്നത് വളരെ കുറവാണ്, അവർ വായിച്ചു പഠിച്ചു. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തി അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ 3 സാധനം തന്നെയാണ്, വേറെ വലിയ മാജിക് ഒന്നുമില്ല. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞെടുത്തു, അതെന്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ എക്സാംസ് നന്നായിട്ട് എഴുതിപ്പിക്കും. എക്സാംസ് എഴുതും, ഇതെന്ത് ചെയ്യും, ഒരു തേർഡ് ഏജൻസി എന്ത് ചെയ്യുന്നത് വെരിഫൈ ചെയ്യും. നമ്മൾ സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കും, അവർ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് തിരിച്ചയക്കും. ഈ രീതിയിൽ നമുക്കത് കൃത്യമായിട്ട് സാധനം കൊടുക്കുമ്പോൾ ഇത്ര റിസൾട്ട് കിട്ടി. സോ പല കുട്ടികളും പഠിച്ച് തോക്കുന്നുണ്ടാവാം, ശരിയാണ്. പക്ഷേ അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൾഫിൽ പോയിട്ട് നന്നായിട്ട് ഒരാൾ പൈസ ഉണ്ടാക്കിയിട്ട് വന്നു. അവിടുന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി നാട്ടിലൊരാൾ വന്നു. ഇയാളോട് നിങ്ങൾ പോയിട്ട് ചോദിക്കാണ്ട് ഗൾഫിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും, എന്താ ആൻസർ കിട്ടാം? അയാളൊരു വെൽ വിഷറാണ്, നിങ്ങൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ത് പറയൂ എന്ത് പറയും? പോണ്ടെന്ന് പറയോ? പോയിക്കോ, നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, അതാണ് ഇതാണ്. മുമ്പത്തെ പോലെ അത്ര ചാൻസ് ഒന്നും ഇല്ലെങ്കിലും സ്റ്റിൽ ഓക്കെ, യു ഗോ. ഇനി വേറൊരാളുണ്ട്, മൂപ്പര് ഗൾഫിൽ പോയി, ഏതാ സിനിമേൻ്റെ പേര്? ആ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയില്ലേ, ആടുജീവിതം. ഒരാൾ ഗൾഫിൽ പോയിട്ട് ആടുജീവിതമായിട്ട് തിരിച്ചു വന്നു. ഇയാളോട് പോയിട്ട് നിങ്ങൾ ചോദിക്കാണ് ഗൾഫിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും? അയാൾ നിങ്ങളെ നല്ലത് ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് പറയും? പോയിക്കോന്ന് പറയാം. മറ്റേ ആളൊക്കെ പറയും പോയിക്കോ പറയോ? അപ്പൊ ആടുജീവിതമായിട്ട് എന്താ, മോനെ പോകണ്ട, എൻ്റെ ലൈഫ് കളയണ്ട, ഇവിടുന്ന് മണലോ വെള്ളം കോരിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പറയും അല്ലേ? കറക്റ്റ്.
ആക്ച്വലി ഇവർ രണ്ടാൾക്കാരും പറയുന്നത് ഏതിനെ കുറിച്ചാണ്? ഗൾഫിനെ കുറിച്ചാണ്. സോ ഈസ് ദാറ്റ് ദ പ്രോബ്ലം ഓഫ് ഗൾഫ് ഓർ ദ പേഴ്സൺ ഓഫ് ദ പേഴ്സൺ? പ്രോബ്ലം ഓഫ് ദ പേഴ്സൺ. ആ, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പലതും കാണും. ഈ പലതും കാണുന്ന സമയത്ത് യു ടേക്ക് ദ ഇൻഫർമേഷൻ ഫ്രം ദ റൈറ്റ് പേഴ്സൺസ്. സോഷ്യൽ മീഡിയയിൽ സ്ക്രീനിങ് ഇല്ല. സ്ക്രീനിങ് ഉണ്ടോ? ആർക്ക് ഏത് മണ്ടനും മരമണ്ടനും എന്ത് പറഞ്ഞിറക്കാം. വേർ ഇസ് ദ സ്ക്രീനിങ്? ഫൈനാൻഷ്യൽ അഡ്വൈസ് ചെയ്യും ആരാ ഫൈനാൻഷ്യൽ അഡ്വൈസ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ? പൊട്ടിപ്പൊളിഞ്ഞ് ഹാരാക്കായി നിൽക്കുന്ന ആളായിരിക്കും. പൈസ ഉണ്ടാക്കട്ടെ ഫൈനാൻഷ്യൽ അഡ്വൈസ്. ഡോക്ടർ എന്താ അത് ട്രീറ്റ്മെന്റ് ആര് ഒന്നും അറിയാത്ത അങ്ങനത്തെ ഒരു സ്ക്രീനിങ് ഇല്ലാത്ത സാധനമാണ് സോഷ്യൽ മീഡിയ. യു നെവർ ബ്ലൈൻഡ്ലി ഫോളോ ദാറ്റ്. ദർ മേ ബി ഗുഡ് പേഴ്സൺസ് അറൗണ്ട്, ഐ ഡോണ്ട് ഡിനൈ, ബട്ട് ഇഫ് someone is blindly following social media, you will be at risk. അപ്പോൾ സത്യത്തിൽ പറ, നമ്മൾ പഠിക്കുന്ന കാര്യം ആരോട് ചോദിക്കണം? പഠിച്ചിട്ട് പാസ്സായോട് ചോദിക്കണം, പഠിച്ചിട്ട് ഫെയിൽ ആയിട്ട് ചോദിക്കണം? രണ്ടാളും ചോദിക്കണം. പഠിച്ചിട്ട് ഫെയിൽ ആയടുത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? എങ്ങനെ പഠിക്കണ്ടെന്ന് കിട്ടും. വാട്ട് ഈസ് ദ മിസ്റ്റേക്സ് ദേ ലേൺ? നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് എടുക്കാം. ഇനി പഠിച്ച് ഫെയിലായാലും എനിക്ക് തോന്നുന്നത് നമ്മളുടെ കോഴ്സിന് ഒരു ചാൻസ് ഉണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി. സ്റ്റിൽ ദേ ക്യാൻ വർക്ക് ആസ് എൻ അക്കൗണ്ടന്റ്. അവരോട് അതും ചോദിക്കണം. നിങ്ങൾ CA പഠിച്ചിട്ട് ഓക്കെ, അല്ലെങ്കിൽ ഇന്ന കാര്യം പഠിച്ചിട്ട് കുറേ നാൾ പഠിച്ചിട്ട് ക്വാളിഫൈ ചെയ്തിട്ടില്ല, ക്യാൻ യു ഏബിൾ ടു ഗെറ്റ് എ ജോബ്? ഞാൻ ചോദിച്ച ചോദ്യത്തിനൊന്നും ആൻസർ ഇല്ല കേട്ടാ. അതല്ല, നിങ്ങൾ പഠിച്ചോ? നിങ്ങൾ ആത്മാർത്ഥ സുഹൃത്തിനോട് ചോദിച്ചോളൂ. ഇല്ല, എനിക്ക് ChatGPT ഉണ്ടല്ലോ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളതാണ്. എനിവേ, CMA USA ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് CMA USA സത്യത്തിൽ ഒരു ബെസ്റ്റ് കോഴ്സാണ്. ഇൻ ദ സെൻസ് ചെറിയ ഡ്യൂറേഷനിൽ നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷെ വെൻ വി കമ്പയർ ദിസ് കോഴ്സ് വിത്ത് അതർ കോഴ്സസ് ലൈക്ക് CA ഓർ ACCA, അതിലുള്ള കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തൊരു കോഴ്സായിരുന്നു. ടു സേ പെർഫെക്റ്റ്ലി, ദർ ഇസ് നോ അക്കൗണ്ടിങ് ഇൻ CMA USA. ദർ ഇസ് നോ ടാക്സേഷൻ ഇൻ CMA USA. ദർ ഇസ് നോ ഓഡിറ്റിംഗ്. അവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് കോസ്റ്റിംഗ്. അതാണ് CMA USA ഏറ്റവും കാര്യമായിട്ടുള്ളത്. സോ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് കുറച്ച് കാര്യങ്ങൾ മാറ്റിയിട്ട് ഒരു കോർ സബ്ജക്റ്റ് മാത്രം എടുക്കുന്ന ഒരു കോഴ്സാണ് CMA USA. അതുകൊണ്ടാണ് ഇതിന്റെ ഡ്യൂറേഷൻ കുറവ്. അതിന്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ഇതന്നെ ദോഷം. നമുക്കൊരു ജനറൽ ആയിട്ട് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നോ. ബീങ് ദർ ഇസ് നോ അക്കൗണ്ടിങ് ഇൻ ദാറ്റ്. പക്ഷെ നിങ്ങൾക്ക് എന്തായിട്ട് വർക്ക് ചെയ്യാം? ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ട്, ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് എന്തേ വർക്ക് ചെയ്യാം. ആൻഡ് ഈ ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ് ആൻഡ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ CMA USA കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാവണം. അതിലൊന്ന് കുറച്ച് ടെക്നിക്കൽ സ്കിൽ ഉണ്ടാവണം. ടെക്നിക്കൽ ഇൻ ദി സെൻസ്, നമ്മളൊരു കാര്യങ്ങളിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യാൻ പറ്റും. മേ ബി വി നീഡ് ടു നോ ദ ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് അതർ AI ടൂൾസ്. അതൊക്കെ നമ്മൾ IMA സൈറ്റിൽ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കുറേ കോഴ്സസ് ഉണ്ട്, ഫ്രീ കോഴ്സസ്, ഓൺലൈൻ കോഴ്സസ്. ഇതൊക്കെ എന്ത് ചെയ്യണം? ആൻഡ് ഓൾസോ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവും, അൺലൈക്ക് അതർ പ്രൊഫഷണൽസ്. കാരണം നമ്മൾ എന്താണ്, കുറച്ചും കൂടി ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് CMA USA. ഇങ്ങനെ ലാംഗ്വേജ് കപ്പാസിറ്റിയും അതേപോലെ കുറച്ച് ടെക്നിക്കൽ സ്കില്ലുള്ള CMA USA ആർ പ്ലേസ്ഡ് വെൽ. And starting salary may not be that much, 80,000, 90,000 and 1 lakh. You don't expect that. The starting salary may be 30,000, 40,000 for a CMA holder. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു രണ്ട് വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടാം. CMA USA മെമ്പർഷിപ്പ് ഉണ്ട്. നമുക്ക് ഒരു വർഷം കൊണ്ട് 2 ഗ്രൂപ്പ് പാസ്സാകാം. 2 വർഷം കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടാം. When you have that membership, then you will get a salary of around 1 lakh. ദിസ് ഈസ് ഫോർ ദിസ് ജോബ് മാർക്കറ്റ്. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ CMA USA ഹയർ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റീസിലെ കമ്പനീസാണ്. ദോസ് കമ്പനീസ് ആർ ഡൂയിങ് കനേഡിയൻ ആൻഡ് US വർക്ക്. അവർക്ക് ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ട്. ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹയർ ചെയ്യുന്നത്. സോ മാർക്കറ്റിൽ കുറച്ച് ആൾക്കാർ CMA USA കഴിഞ്ഞിട്ട് ജോബ്ലെസ് ആയിട്ടുണ്ട്. അത് ഏത് കുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് കുറച്ച് മോശമായിട്ടുള്ള കുട്ടികളാണ്. അത് ഐ കനോട്ട് ഡിനൈ ദാറ്റ്. But when it comes to other course, even the language is less, they'll get the job. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ട്, they can work as an accountant. And also അവർ ടാക്സേഷൻ പഠിക്കുന്നുണ്ട്, they can work as a tax consultant.
ഇപ്പം CMA USA വരുമ്പോൾ ജോബ് റോൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്പെസിഫൈഡാണ്, ഒരു സ്പെസിഫൈഡ് ഏരിയയിൽ മാത്രം, ലൈക്ക് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്.